വേണ്ടിയാണ് ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു വരുന്നതെന്നുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അറിയാം. അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ വിവിധ പരിപാടികൾ നമ്മൾ നടത്തി കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായാണ് നമ്മൾ വിദ്യാർത്ഥികൾ, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ പറ്റി അവിടെ പഠിച്ച വിദ്യാർത്ഥികളിൽ തന്നെ അറിയുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വിർച്വൽ ടൂറുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ആ ക്യാമ്പസുകളിലൂടെ നടന്നുപോയ അനുഭവങ്ങൾ നമ്മളുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പും ചില ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുമായി നമ്മൾ സംവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം പരീക്ഷയുടെ പേപ്പറുകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ വലിയ ആഗ്രഹമായ ലക്ഷ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. വളരെ സന്തോഷവാന്മാരാണ് ഞങ്ങൾ. കാരണം നിങ്ങൾ വളരെ ഉഷാറായിട്ട് അതിലേക്ക് സ്വാഗതം സഞ്ചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏതായാലും സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് പരിപാടി എത്രയും പെട്ടെന്ന് ആരംഭിക്കാം. ഈ 4 പേരെയും ആദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മോട് ഇന്ററാക്ട് ചെയ്യുന്നത് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ദിവ്യ രാജീവാണ്. ദിവ്യ രാജീവ് ഞാൻ ഇതിനു മുമ്പ് കോഴിക്കോട് ജില്ലയിലായിരുന്നപ്പോൾ പഠിപ്പിച്ച സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ദിവ്യ രാജീവ് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എത്തുന്ന വർഷം അവൾ ആ ക്യാമ്പസ് വിട്ടുപോയിരുന്നു. പക്ഷേ ദിവ്യ രാജീവ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഓർമ്മയാണ്. ഞാൻ പല ക്ലാസ്സുകളിലും ഈ പേര് ഓർമ്മിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഹ്യൂമാനിറ്റീസ് SSLCക്ക് ഫുൾ A+ വാങ്ങിയ ശേഷം ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ എടുത്തിട്ട് 34 എന്ന ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ എടുത്തതിന് ശേഷം 1200 മാർക്കും വാങ്ങി പുറത്ത് കടന്ന വിദ്യാർത്ഥിയാണ് ദിവ്യ രാജീവ്. മാത്രമല്ല, ദിവ്യ രാജീവിനെ ഞാൻ ഓർമ്മിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഒരു ദിവസം ആ സ്കൂളിൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ കടന്നു ചെല്ലപ്പോൾ ദിവ്യ രാജീവ് അച്ഛനെ വിളിക്കാൻ വേണ്ടി ഒരു ഫോണ് മാഷോട് ആവശ്യപ്പെട്ടു. സ്മാർട്ട് ഫോൺ. വർഷം എനിക്ക് തോന്നിപ്പം ദിവ്യ രാജീവ് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ്. ദിവ്യ രാജീവ് ഇപ്പൊ PG ഒക്കെ കഴിഞ്ഞു. 5-6 വർഷം മുമ്പാണ് ഈ സംഭവം. അതായത് കുട്ടികളൊക്കെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് നന്ന പരിശീലനം നേടിയ സമയമാണ്. അത്ര ദൂരം ഒന്നല്ല. ആ സമയത്ത് ദിവ്യ രാജീവിന് ഈ സാറ് ഫോണ് അങ്ങ് കൈകൾ കൊടുത്തു. വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോഴാണ് ദിവ്യ പറഞ്ഞത്, സാറേ എനിക്കിത് ഉപയോഗിക്കുന്ന അറിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായി. കാരണം ഒരു +2 പഠിക്കുന്ന കുട്ടി ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ, ഒരു സ്മാർട്ടായ കുട്ടി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് വല്ലാതെ ക്ലിക്ക് ആയി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മോളെ എങ്ങനെ? അപ്പോൾ മോള് പറഞ്ഞു, എനിക്കിപ്പോൾ അത് ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അതായത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കരുത്, അന്ന് സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിലും പഠനത്തിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. എനിക്കത് ആവശ്യമാണെന്ന് തോന്നിയില്ല. പലപ്പോഴും അതെൻ്റെ പഠനത്തിന് അത് വിഘാതമാവും തോന്നിയുകൊണ്ട് ഞങ്ങളത് ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞൊരു ഓർമ്മ എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നീട് ദിവ്യ രാജീവ് ദേവഗിരി കോളേജിലാണ് ഡിഗ്രി ഇംഗ്ലീഷ് ചെയ്തത്. അവിടുന്ന് സെക്കൻഡ് റാങ്ക്, യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് റാങ്കോടെ പാസ്സായി. അതിനുശേഷം ജാമിയ മില്ലയിൽ PG ചെയ്തു. അവിടുന്ന് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഇംഗ്ലീഷ് പഠിച്ച ദിവ്യ രാജീവ് എ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ടു മലയാളം ലിറ്ററേച്ചർ എന്നൊരു പുസ്തകം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്രയൊക്കെ പ്രഗത്ഭയായ ഒരു മാന്യ വ്യക്തിത്വത്തെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദിവ്യ രാജീവിനെ നമുക്ക് ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ, ഈ കഥ പറഞ്ഞ സമയത്ത് അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ തോന്നുകയാണ്. ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത് പഠിച്ച ഒരാളാണ്. ഈ ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ സോഷ്യോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇത് 4ആയിരുന്നു എനിക്ക് അവിടെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. ഈ ഒരു സംഭവം സമത്സാറാണെങ്കിലും പല ടീച്ചേഴ്സും ഇതിങ്ങനെ പല കുട്ടികളോടും പറയുന്ന സമയത്ത് എൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സാറ് പറഞ്ഞൊരു അനക്ഡോട്ട് കൂടെ വെച്ചിട്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറ് പറഞ്ഞത്, അത് ബാക്കി എല്ലാവരും വളരെ അഭിമാനത്തോടു കൂടിയായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷെ +2 ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിപ്പിച്ച ഒരു കുട്ടിക്ക് സ്മാർട്ട് ഫോൺ ഓൺ ആക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു നാണക്കേടാണ് എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനോജ് സാർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ. അപ്പൊ ഇന്നത്തെ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ ഞാൻ ഒരിക്കലും അത് കുട്ടികളോട് അതൊരു വലിയ നല്ല കാര്യമായിട്ട് ഞാൻ പറയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ വളരുന്നതോടനുസരിച്ച് നമ്മുടെ ചിന്താഗതിയും കാഴ്ചപ്പാടും ഒക്കെ മാറുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത്, ഒന്നും നമ്മൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിക്കുകയാണെന്ന് വിചാരിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു കാര്യവും നമ്മൾ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല.
ഒക്കെ അതിന്റെ കൂടെ നടക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പൊ ആ സാറിന്റെ ആ ഒരു വാക്കും കൂടെ കടമെടുത്തോണ്ട് തുടങ്ങാൻ തോന്നുന്നു. വീഡിയോ പ്രശ്നമുണ്ടാ? നെറ്റ് ഇല്ല ഇല്ല റേഞ്ച് ഇല്ല ഓക്കെ ഒന്ന് ഓക്കെ. കുഴപ്പമില്ല. ഇത് ഓൺ ആവുന്നില്ലല്ലോ. എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പറ്റും ഓൺ പറ്റും. ആവും. ഓണാവും ഓണാവും. ലാപ്പിലാണോ ഉള്ളത് മൊബൈലിലാണോ ഉള്ളത്? ലാപ്പിലാണുള്ളത്. പറ്റുമല്ലോ. വീഡിയോ സിമ്പൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അവിടെ ഞാൻ നോക്കുന്നുണ്ട്. അത് ഇൻബിൽഡ് ആയിട്ട് ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ അനിയന്റെ ലാപ്പാണ് എടുത്തത്, എൻ്റെ ലാപ്പിൽ. അപ്പൊ അവനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓൺ ആവുന്നില്ല. പ്രശ്നമില്ല, കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അവൻ വരികയാണെങ്കിൽ ഞാൻ ഓൺ ചെയ്യാം. അവന്റെ ലാപ്പ് ആയതുകൊണ്ട് എനിക്ക് വലിയ പിടിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ തോന്നുന്നു. ഈ പറഞ്ഞതുപോലെ ഒന്നും നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമല്ല. പ്രത്യേകിച്ച് ഇപ്പൊ ടെക്നോളജി ഇല്ലാതെ പഠനം മുന്നോട്ട് പോവില്ല എന്നൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. പണ്ടൊക്കെ ക്ലാസ്സിൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ മാഷന്മാർ തന്നെ കുട്ടികൾക്ക് വീട്ടിൽ പോയിട്ട് ഫോൺ വാങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ടെക്നോളജി ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ഫീൽഡിലാണെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അന്നന്ന് എത്രത്തോളം നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നോ അത്രത്തോളം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇപ്പൊ പറഞ്ഞു തരികയാണെങ്കിൽ ജാമ്യയിൽ പഠിച്ച 2 വർഷം എനിക്ക് സത്യം പറഞ്ഞ ദേവഗിരിയിൽ നിന്ന് തിരിച്ച് ജാമ്യയിലേക്ക് പോകാൻ ആദ്യം എനിക്ക് ദേവഗിരി അഡ്മിഷൻ കിട്ടി. പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നാണ് എനിക്ക് ജാമ്യയിലേക്ക് പിന്നെ അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് പരിചയമുള്ള ക്യാമ്പസാണ്, പരിചയമുള്ള ടീച്ചേഴ്സാണ്, ഇവിടെയൊക്കെ വിട്ടിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പറിച്ചു നടണോ എന്നുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ കേരളം പോലെ മറ്റ് ഇംഗ്ലീഷ് ഭാഷ നമ്മൾ പിന്നെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ സ്ഥിരം കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡൽഹി പോലെ ഒരു നഗരത്തിലെ ഒരു കോളേജിൽ പോയി പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അവിടെ ശരിയാവുമോ? നമ്മൾ അവിടെ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും. അപ്പൊ അവിടെ കൂടെ ഉണ്ടാവുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും? നമുക്ക് ടി വിയിലൊക്കെ കണ്ടുള്ള പരിചയമല്ലേ ഉണ്ടാവും. അപ്പം ആ സമയത്തൊന്നും ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്തൊന്നും ഒരുപാട് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും നമ്മുടെ ടീച്ചേഴ്സ് ആണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പോണം, അവിടുന്ന് നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടാത്ത ചില കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട് എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ചിലപ്പോൾ നമ്മുടെ ദേവഗിരി പോലെയോ അല്ലെങ്കിൽ മാർ ഇവാനിയസ് പോലെയോ മഹാരാജാസ് പോലെയോ ഒക്കെ ഉള്ള ക്യാമ്പസ് കിട്ടുന്ന ഒരു ടീച്ചേഴ്സിന്റെ ക്ലാസിന്റെ അത്രയൊക്കെ ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ക്ലാസ് റൂംസിന് ചിലപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് വരില്ല. അവിടെ വേറൊരു രീതിയിലുള്ള പഠനമാണ് ഉണ്ടാവുക. നമ്മൾ സ്വയം എങ്ങനെ നമുക്ക് റിസോഴ്സ് കണ്ടെത്തി പഠിക്കാൻ പറ്റും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതായത് നമുക്കിവിടെ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് നോട്ട് എടുത്തിട്ട് മാഷന്മാർ ക്ലാസ് നോട്ട്സ് ഒക്കെ തന്ന് നമ്മൾ തന്നെ എഴുതിയെടുത്ത്, അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങൾ നമ്മളെ കയ്യിലെത്തും. ഇവിടുത്തെ നാട്ടിൽ നമ്മുടെ ക്യാമ്പസ് പഠിക്കുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്സസ് ഉണ്ടാവും, അതും വൃത്തിയിൽ പഠിച്ചാൽ മതി. പക്ഷെ അവിടെ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സ്വയം കണ്ടെത്തി പഠിക്കേണ്ടി വരും. എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുക ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതുപോലെ പൊളിറ്റിക്സ്, ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് സബ്ജക്ട്സിനെ ആയിരിക്കും. അപ്പൊ അതിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താന്ന് വിചാരിച്ചാൽ ഒരുപാട് സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഇപ്പൊ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നമ്മളിപ്പോ ഹിസ്റ്ററിന്റെ കുട്ടികളാണെങ്കിൽ റോമില താപ്പറിന്റെ ടെക്സ്റ്റ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പം ഹബീബ് ഒരു ഹബീബ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂപ്പരുടെ ടെക്സ്റ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ, ഇർഫാൻ ഹബീബ്, മൂപ്പരുടെ ടെക്സ്റ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവരെയൊക്കെ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെ മാത്രം കണ്ടിട്ടുള്ള ആളുകളെ നേരിട്ട് കാണാൻ പറ്റും. അവർ സംസാരിക്കുന്നത് നേരിട്ട് കേൾക്കാൻ പറ്റും. ഇപ്പം നമുക്ക് KLF-നോ അല്ലെങ്കിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോ അങ്ങനെയുള്ള ചുരുങ്ങിയ അവസരങ്ങളിൽ മാത്രം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള ആളുകളെ, അതായത് നമ്മുടെ ചരിത്രം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ആളുകളെ, അല്ലെങ്കിൽ ഇപ്പം റസ്കിൻ ബോണ്ട് പോലെയുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ള ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ,
ഇവരെയൊക്കെ നമുക്ക് കാണാൻ ഇപ്പൊ മഞ്ജുള പത്മനാഭനെ പോലെ നമുക്ക് കാണാൻ, അരുന്ധതി റോയിനെ പോലെ, അങ്ങനെ നമുക്ക് കാണാൻ ആഗ്രഹമുള്ള ആളുകളെയൊക്കെ അവരെ നേരിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമുക്ക് അവരോട് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അവസരം, അങ്ങനെയുള്ള ഒരു പഠന രീതി, അതായത് നമുക്ക് നമ്മളുടെ ഈ ഒരു ചുരുങ്ങിയ, നമ്മളിപ്പം പറയില്ലേ, ഒരു കിണറ്റിന്റെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഉള്ളിൽ നമ്മൾ രാജാവായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ നമ്മൾ വലിയ ആളൊന്നും ആയിരിക്കില്ല. നമ്മളെക്കാൾ എത്രയോ വായനയുള്ള, നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ചിലപ്പോൾ ചില അധ്യാപകരെക്കാൾ വായനയുള്ള കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അവരൊന്നും ചിലപ്പം എക്സാമിന് വലിയ മാർക്കൊന്നും വാങ്ങണമെന്നില്ല. അവരുടെ ഉദ്ദേശമേ എക്സാംസ് ആയിരിക്കില്ല. നമ്മൾ ഇവിടെ കണ്ടതുപോലെ റാങ്ക് വാങ്ങുന്ന ഒന്നും ആയിരിക്കില്ല അവരുടെ ഉദ്ദേശം. പക്ഷെ അവർ ലോക സാഹിത്യത്തിലെ മുഴുവൻ കൃതികളും, ചിലപ്പം മുഴുവൻ എന്നല്ല, ഒരുമാതിരിപ്പെട്ട കൃതികളൊക്കെ നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവും. നമ്മളിവിടെ ഇപ്പം ലിറ്റററി തിയറി ഒക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളിവിടെ വല്ല സമ്മറിയും വിക്കിപീഡിയ ഒക്കെ വെച്ച് പഠിക്കുന്ന കാര്യങ്ങൾ അവരവിടെ ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചിട്ടുള്ള കുട്ടികളുടെ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. എങ്ങനെ സ്വയം പഠിക്കണം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയാലുള്ള ഒരു ഗുണം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെയുള്ള നമുക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട വേറൊരു ഗുണം എന്ന് പറയുന്നത്, ഒരുപാട് ഭാഷ സംസാരിക്കുന്ന, ഒരുപാട് വൈവിധ്യമുള്ള ഭക്ഷണങ്ങളുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വളരാനുള്ള അവസാനമായിട്ട് നമുക്കൊരു ജോലി കിട്ടണം എന്നുള്ളത് ഒരു ഭാഗത്തുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് കുറെ യാത്ര ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ കാണണമെന്നോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിൽ ഒരുപാട് അറിവ് നേടണമെന്നോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ കൂടുതലാണ് എന്നതാണ് ഈ HCU പോലെയോ ജാമ്യ പോലെയോ JNU പോലെയോ ഒക്കെ ഉള്ള ക്യാമ്പസ് പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. പിന്നെ നമുക്ക് ഉണ്ടാവുന്ന ടെൻഷൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ എന്നുള്ള ടെൻഷൻ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ നമ്മളോട് എങ്ങനെയാ ബിഹേവ് ചെയ്യുക എന്നുള്ള ടെൻഷൻ. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, അവിടെയുള്ള കുട്ടികൾ പല രീതിയിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പരിചിതമല്ലാത്ത ഡ്രസ്സിംഗ് ഉള്ള കുട്ടികളുണ്ടാവും. നമുക്ക് പരിചിതമല്ലാത്ത രീതിയിൽ അവരുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു കൾച്ചറൽ ഷോക്കൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷെ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ നമ്മളെ വളർത്താൻ സഹായിക്കുക മാത്രമേ ചെയ്യൂ. ഈ പറയുന്ന പോലെ അവിടെയാണ് നമുക്ക് ഒരു തെറ്റുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ പറയാതിരിക്കുന്ന പലതും ഉണ്ടാവും. ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ. പൊളിറ്റിക്സും ഹിസ്റ്ററിയും ഒക്കെ എടുത്തിട്ട് തന്നെ നമ്മുടെ കൂടെ തന്നെ അവിടെ വന്നിട്ടുള്ള കുട്ടികൾ, അവർക്ക് എഴുതാനും അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കാനും, അവർ ഹിന്ദു പേപ്പറൊക്കെ വായിക്കുന്ന കുട്ടികളായിരിക്കും. പക്ഷെ ഇംഗ്ലീഷ് സംസാരിച്ച് ശീലം ഉണ്ടാവില്ല. നമ്മൾ CBSE സ്കൂളുകളിലൊക്കെ അല്ലാതെ നമ്മൾ ദൈനംദിന ആവശ്യത്തിന് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നില്ലല്ലോ. അപ്പം അവർക്ക് സംസാരിച്ച് ശീലം ഉണ്ടാവില്ല. പക്ഷെ നന്നായിട്ട് എഴുതാൻ അറിയുന്ന ആളുകളായിരിക്കും. അപ്പൊ അവര് തെറ്റിപ്പോകുമെന്ന് പേടിച്ചിട്ട് പറയാതിരിക്കും. അപ്പൊ അവിടെയാണ് നമ്മൾ ബീഹാറിൽ നിന്ന് വരുന്നയോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നയോ ഒക്കെ കുട്ടികളെ കാണുക. അവര് തെറ്റി പറഞ്ഞിട്ടാണെങ്കിലും അവരത് നന്നാക്കി എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് ഒക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിലെ ഒരു ഈഗോ ഉണ്ടല്ലോ, തെറ്റുമോ എന്നുള്ള ഒരു സംഭവം, അത് മാറ്റി വെച്ചിട്ട് നമുക്കത് സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ബാക്കി രീതിയിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ദിവസം ചുരിദാറും ഇതൊക്കെ ഇട്ട്, മലയാളി കുട്ടികളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം പോകുന്ന സമയത്ത് നല്ല എണ്ണയൊക്കെ തേച്ച് ചുരിദാറൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ഒട്ടുമുക്ക കുട്ടികളുണ്ടാവുക. അപ്പോൾ ആ ഒരു ടിപ്പിക്കൽ ഇതിൽ നിന്നും മാറി നമുക്ക് പല രീതിയിലുള്ള ആളുകളെ കാണാനും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഈ പറയുന്ന നമ്മളെ തന്നെ ഒന്നുകൂടെ തുറന്ന പുസ്തകമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു അവസരമാണ് ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്നുള്ളത്. പക്ഷെ ഒരിക്കലും നിങ്ങളെ സ്പൂൺ ഫീഡ് ചെയ്ത് തരുമെന്ന് വിചാരിച്ചിട്ടോ, നിങ്ങളെ മുന്നിലേക്ക് എല്ലാ നോട്ടും കൊണ്ടുതരുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും ഈ സ്ഥലങ്ങളിലേക്ക് പോകരുത്. പിന്നെ ഇവിടെ കേരളത്തിൽ രണ്ടും പറയണമല്ലോ. ഇതുകൊണ്ടുള്ളൊരു ദോഷമെന്ന് ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു, ഞാൻ ഡിഗ്രി കേരളത്തിലെ കോഴിക്കോട്ടെ ഒരു ക്യാമ്പസ് പഠിച്ചിട്ട് പോയ ആളാണ്. അപ്പം ഡിഗ്രിക്ക് നിങ്ങളിപ്പോൾ +2 കുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഡിഗ്രിക്ക് നേരെ അവിടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്സാവുന്ന ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ രണ്ടും അറിയണമല്ലോ നമ്മുടെ ക്യാമ്പസ് പഠിക്കുകയാണെങ്കിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു പല ക്യാമ്പസുകളും ഇപ്പോഴത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊളിറ്റിക്സ് ഒന്നും അധികം ഈ പറയുന്ന ഒരു നമ്മളുടെ ഇവിടെ കാണുന്ന ഒരു ക്യാമ്പസ് പൊളിറ്റിക്സ് അവിടെ ഉണ്ടാവണം എന്നില്ല. അവിടെ ഉണ്ടാവുന്നത് വേറൊരു തരത്തിലുള്ള പൊളിറ്റിക്സ് ആയിരിക്കും ഉണ്ടാവുക.
വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന കുട്ടികളൊക്കെ തന്നെയാണെങ്കിൽ കൂടെ നമ്മൾ ഈ കാണുന്ന KSU-SFI എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഒരു കോളേജ് ഇലക്ഷനോ ഒന്നും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവണമെന്നില്ല. അവിടെ സ്റ്റുഡന്റ് കൗൺസിലുകളായിരിക്കും, പാർട്ടികൾ ഉണ്ടാവണമെന്നില്ല. പിന്നെ ഈ പറയുന്ന നമ്മുടെ ബി-സോൺ ഫെസ്റ്റ്, ഈ പറയുന്ന ഇന്റർസോൺ ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ആർട്സ് ഫെസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ ക്യാമ്പസിൽ പഠിക്കുകയാണെങ്കിൽ. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ക്യാമ്പസുകളിൽ ചിലപ്പം ഡിഗ്രി കാലഘട്ടത്തിൽ നമുക്ക് അനുഭവിക്കാതെ പോവും എന്നുള്ളൊരു കാര്യമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ പൃഥ്വിരാജ് ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പര് ആദ്യഘട്ടങ്ങളിലൊക്കെ പല ആളുകളും ഭയങ്കര അഹങ്കാരിയാന്നൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു 3 വർഷം കേരളത്തിലെ ക്യാമ്പസിൽ പഠിക്കുകയായിരുന്നെങ്കിൽ ഈ പറയുന്ന എന്റെ സ്വഭാവത്തിലെ പല കാര്യങ്ങളും അതോടുകൂടി അങ്ങ് മാറി കിട്ടിയേനെന്ന്. അപ്പൊ നമ്മുടെ നാട്ടിലെ ക്യാമ്പസ് തരുന്ന ഒരു വേറൊരു തരത്തിലുള്ള എക്സ്പോഷർ ഉണ്ട്. അത് ചിലപ്പം ഡിഗ്രി കാലഘട്ടത്തിലേ നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ PGക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ അവിടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഒരു അനുഭവം ഉണ്ടാവും. അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത്, പെട്ടെന്ന് ഒരുപാട് സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിലേക്ക് തുറന്നു തരുന്ന സ്ഥലങ്ങളായിരിക്കും നമ്മൾ ഈ പോകുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ. നമുക്ക് നമ്മുടെ നാട്ടിൽ മിക്കവാറും അനുഭവിക്കാൻ കിട്ടാത്ത ഒരു കാര്യമായിരിക്കും രാത്രി സഞ്ചാരം എന്ന് പറയുന്നത്. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. പല രീതിയിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് അവിടെ പിന്നെ സൗഹൃദങ്ങളിലാണെങ്കിലും ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പുറത്ത് സഞ്ചരിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ നമ്മളുടെ ചിറക് ഒക്കെ ഒന്ന് വിടർത്തിയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കും. അതും നമ്മളുടെ +2 ഒക്കെ കഴിഞ്ഞ് പോവുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു സമയമായിരിക്കും. 18, 19, 20 വയസ്സിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ക്യാമ്പസിലേക്കോ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന ഒരു സമയമാണ്. നമ്മുടെ വസ്ത്രം നമ്മൾ തന്നെ അലക്കി പിന്നെ ഈ പറയുന്ന ബാങ്കിലെയോ അല്ലെങ്കിൽ അഡ്മിഷന്റെയോ കാര്യങ്ങൾ നമ്മൾ തന്നെ ശരിയാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയം ചെയ്ത് പഠിക്കുന്ന ഒരു കാലഘട്ടമാകുമ്പോൾ വഴി തെറ്റിപ്പോകാനും വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്, അവര് വഴി തെറ്റലാണോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് അവരുടെ വഴി അവർ തിരഞ്ഞെടുത്തു എന്നേ പറയാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ ഇപ്പം പഠിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി എല്ലാത്തിലും നമ്മൾ പങ്കെടുത്താലും ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. പക്ഷെ അത് വിട്ടുപോയിട്ട് പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ചു വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ മനസ്സിൽ വെച്ച് വേണം പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ. നമ്മളെ വളർത്താനാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ പോകാനാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന പിന്നെ ചർച്ചകളിൽ രാഷ്ട്രീയ സംബന്ധമായ കാര്യങ്ങളിൽ ഇന്ന് നമുക്കറിയാം ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള പിന്നെ സമരങ്ങളും മറ്റും നടക്കുന്നത് ഇന്ത്യയിലെ ക്യാമ്പസുകളിലാണ്. HCU പോലെ, JNU പോലെ, ജാമ്യ പോലെയുള്ള ക്യാമ്പസുകളിലാണ് പല അത്തരത്തിലുള്ള സമരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനൊന്നും പങ്കെടുക്കേണ്ട എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മൾ പോയ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉള്ളപ്പം അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇതിലൊക്കെ ഭാഗമാവാൻ. നമ്മൾ അതിലങ്ങ് മുഴുകി പോവാതെ ഇതിലൊക്കെ നമ്മളെ കൈ പതിപ്പിക്കുന്ന സമയത്തും ഈ പറയുന്ന പോലെ ഇതൊരു സൈഡിൽ കൂടെ അങ്ങ് നടക്കണം. പിന്നെ മലയാളികൾ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. എനിക്ക് തോന്നുന്നു HCU പോലെയൊക്കെയുള്ള ക്യാമ്പസിൽ ഒരു 200-300 മലയാളികളെങ്കിലും ഒറ്റയടിക്ക് എണ്ണിയെടുക്കാൻ നമുക്ക് തന്നെ പരിചയത്തിൽ ഉണ്ടാവാത്ത ഒരു ക്യാമ്പസും ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലൊക്കെ ഇന്ത്യയിലുണ്ട്. അത്യാവശ്യം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നല്ല മലയാളി സാന്നിധ്യമുണ്ട്. ഇപ്പൊ എന്റെ അനിയൻ പഠിക്കുന്നത് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചാബ് ആയതുകൊണ്ട് ചിലപ്പോൾ മലയാളികളൊന്നും അങ്ങനെ കാണില്ല. പക്ഷെ നല്ലോണം മലയാളികളുണ്ട്. ഒരു 200-ന് മുകളിൽ മലയാളികൾ ഇല്ലാത്ത സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊന്നും ഇപ്പം ഇല്ല. അപ്പൊ ഒരുപാട് കുട്ടികളുണ്ടാവും. നമുക്ക് കമ്പനി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മലയാളികളോട് മാത്രം കൂട്ടുകൂടി മലയാളികളുടെ റൂമിൽ തന്നെ ഒതുങ്ങി ഒരിക്കലും നിൽക്കരുത്. അത് നമുക്ക് ഇവിടെയും കിട്ടുമല്ലോ. ഇവരെവിടെയും പോകാനൊന്നും പോകുന്നില്ലല്ലോ. എങ്ങനെ വന്നാലും നിങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോൾ ഒരുമിച്ച് ഒരു കൂട്ടായിട്ട് തന്നെ വരും. അപ്പൊ കിട്ടുന്ന സമയം നമ്മൾ ബാക്കിയുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നോക്കുക. ഒന്നുമില്ലെങ്കിൽ നമുക്കൊക്കെ കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു യാത്ര പോകണം എന്നൊക്കെ തോന്നിയാൽ 5 പൈസയും കൊടുക്കാതെ പോയി താമസിക്കാൻ നമുക്ക് ഓരോ സ്റ്റേറ്റിലും ഓരോ വീട് കിട്ടും. അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലെയും ഓരോ ഉത്സവത്തിനും ഓരോ പിന്നെ ഫെസ്റ്റിവലിനും നമുക്ക് ഓരോ സ്വീറ്റ്സ് എങ്കിലും കൊണ്ടുതരാൻ ഒരാളെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അവിടെ വിട്ട് നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന സമയത്തും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമായിരിക്കും. അത് വല്ലാത്തൊരു അനുഭവമാണത്. നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാളുടെ കോള് വരിക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അവസരങ്ങൾ ഒരുപാടുണ്ട്. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുപോലെ ഇരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉപദേശിക്കാനൊന്നും ജീവിതാനുഭവം ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു ദിവ്യ.
വളരെ നന്നായി, ഉഷാറായി. അപ്പൊ നമ്മൾ അടുത്ത ആളെ അവതരിപ്പിക്കുന്നവരെ ദിവ്യ ഇവിടെ ഉണ്ടാവില്ലേ? കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ജെസ്സി ടീച്ചർ. ഹലോ സർ, ടീച്ചറെ. കേൾക്കാം. വീഡിയോ കുറച്ച് പ്രോബ്ലം ഉണ്ട്, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ. സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് വളരെ മികച്ച ഒരു ചിത്രം, നല്ല കാഷ്വൽ ആൻഡ് ഇൻഫോർമൽ ആയിട്ട് പ്രസന്റ് ചെയ്ത മിസ് ദിവ്യ, താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രോഗ്രാമിൽ അടുത്തതായിട്ട് നമ്മളെ പരിചയപ്പെടാൻ പോകുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച കോളേജുകളുടെ NIRF റാങ്കിംഗ് ലിസ്റ്റിലെ ആദ്യത്തെ 10 കോളേജുകളിലെ 5 എണ്ണവും ഉൾപ്പെട്ടിട്ടുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയാണ്. നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 2 പേരാണ്. ആദ്യം മിസ്റ്റർ മുഹമ്മദ് സനീം. സർ ഉണ്ടല്ലോ അല്ലേ ഇവിടെ? ഉണ്ടല്ലോ. ടീച്ചർ ഒന്ന് നോക്കണം, സെനീൻ ഉണ്ടോ, ഔട്ടാണോ, പുറത്തു പോയണോ സംശയമുണ്ട്. സെനീൻ പുറത്തു പോയെന്ന് തോന്നുന്നു. ലിയാന ഉണ്ട്, ലൈനിലുണ്ട്, കോസ്റ്റ് ആണ്. ലിയാന വിളിച്ചോ ടീച്ചറെ? ഓക്കെ, നമുക്ക് 2 പേരാണ് ഉള്ളത്. അതിൽ മുഹമ്മദ് സനീൻ ആയിരുന്നു ആദ്യം, ഇവിടെ ഇല്ല തോന്നുന്നു. സോ ഞാൻ അടുത്ത ആളെ വിളിക്കുകയാണ്. അപ്പോൾ സെനീൻ ഒന്നുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാൻ പറ ടീച്ചറെ. സെനീൻ ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാൻ പറഞ്ഞു. സനീൻ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? സനീൻ ഉണ്ടോ? മുഹമ്മദ് സനീൻ? സെനീൻ ഉണ്ട്. മുഹമ്മദ് എന്ന പേരിലാണ്. ജമീർ സാറേ ഒന്ന് പോസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ. ഇബ്രാഹിം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഹിന്ദു കോളേജിനെ പറ്റി പറയണം. ഇന്ത്യയുടെ 2020 ബെസ്റ്റ് കോളേജ് ലിസ്റ്റിലെ ആർട്സ് ആൻഡ് സയൻസിലെ #1 റാങ്ക് പൊസിഷനിലുള്ള ഹിന്ദു കോളേജ്. BSc ഓണേഴ്സ് ബോട്ടണി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ശ്രീ മുഹമ്മദ് സനീം. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രോസസ്, കോളേജ് ക്യാമ്പസ്, ഇതൊക്കെ ഒന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് മുഹമ്മദ് സനീനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ BSc ഓണേഴ്സ് ബോട്ടണി ഹിന്ദു കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് +2 കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്കൊക്കെ ആദ്യമായിട്ടാണ് ഇത്ര ദൂരത്തേക്ക് പോകുന്നത്, എൻ്റെ ഒരു 17th ഏജിൽ. അപ്പം എനിക്കങ്ങനെ പുറത്ത് പോയിട്ടുള്ള പരിചയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. ഹലോ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ എനിക്ക് ലാംഗ്വേജിന്റെ പ്രോബ്ലം നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലാംഗ്വേജൊന്നും അത്ര വശമില്ലായിരുന്നു. അപ്പോ അവിടെ എത്തിയ മെയിൻ ഞാൻ സ്വന്തമായിട്ട് എന്നെ ആക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് എനിക്ക് സ്പൂൺ ഫീഡിങ് കിട്ടി, ചെറുപ്പം മുതലേ സ്പൂൺ ഫീഡിങ് കിട്ടി വളർന്നൊരു കുട്ടിയാണ് ഞാൻ. അപ്പം ആദ്യമായിട്ട് എനിക്ക് ഒരു സാധനം വാങ്ങാനും, അതുപോലെ തന്നെ ഞാൻ പുറത്തായിരുന്നു നിന്നിരുന്നത് 3 മാസം. കോളേജ് ഹോസ്റ്റലിലല്ലായിരുന്നു, പുറത്തായിരുന്നു. അതിനുശേഷം ഞാൻ ഹിന്ദു കോളേജ് ഹോസ്റ്റലിലേക്ക് മാറിയിട്ടായിരുന്നു. അപ്പോ എനിക്ക് സ്വന്തമായിട്ട് അലക്കാനും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടിയത് ഡൽഹി പോയത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഹിന്ദു കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ നല്ലൊരു ഏറ്റവും മികച്ച കോളേജുകളിലെ ഒന്നാണ് ഹിന്ദു കോളേജ്. ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒരു ഔട്ട്ലെറ്റ് നൽകുകയാണെങ്കിൽ, ഡൽഹി യൂണിവേഴ്സിറ്റി മറ്റുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ പോലെ ഒരു സെൻട്രലൈസ്ഡ് ക്യാമ്പസിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 90-ൽ പരം കോളേജുകളുണ്ട്. അത് നോർത്ത്, സൗത്ത് എന്നുള്ള ഡിവിഷനുകളായിട്ട് ഡൽഹി മൊത്തം വ്യാപിച്ച് കിടക്കുകയാണ്.
അതുപോലെ എന്തിന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് കുറെ പേര് ചോദിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഡൽഹി പോയപ്പോൾ എന്നോട് കുറെ പേര് ചോദിച്ചിരുന്നു, എന്തിന് ഡൽഹി പോകണം, നാട്ടിലെ കോളേജൊന്നും കിട്ടാഞ്ഞിട്ടാണോ, എന്താണ് ഡൽഹി കോളേജിൽ പോയാലില്ല, ഇപ്പം പഠിക്കുന്നത് കൊണ്ട് എന്താണ് ഇമ്പോർട്ടൻസ്, അതിൽ നാട്ടിലെ കോളേജുമായിട്ട് എന്താണ് വ്യത്യാസം എന്ന് കുറെ പേര് ചോദിച്ചു. അപ്പോ ഞാനൊരു സയൻസ് വിദ്യാർത്ഥി ആയതുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയില് നാട്ടിലെ കോളേജും തമ്മിൽ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഓണേഴ്സ് ഡിഗ്രിയാണ്. ഓണേഴ്സ് ഡിഗ്രി എന്ന് വെച്ചാൽ നോർമൽ ഡിഗ്രിയേക്കാളും കുറച്ചും കൂടി ഡീപ്പായിരിക്കും സിലബസ്. അതുപോലെ തന്നെ സിലബസ് കുറച്ചും കൂടി റിസർച്ച് ഓറിയന്റഡ് ആണ്. ഇപ്പം റിസർച്ച് ഓറിയന്റഡ് നമുക്ക് ലാബും കാര്യങ്ങളിലൊക്കെ നല്ല ഇൻസ്ട്രുമെന്റും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഡൽഹിയിൽ പഠിക്കുന്നത് കൊണ്ട് നാട്ടിലേക്കാരെ എന്തുകൊണ്ട് ഡൽഹി പഠിച്ചാൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ഒന്ന് ലാംഗ്വേജ് തന്നെയാണ്. ലാംഗ്വേജ് നമുക്ക് ക്ലിയർ ആവും. അതുപോലെ തന്നെ ഇപ്പം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലോണം ഫ്ലുവൻ്റ് ആവും. ഉറുദു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവും. എനിക്കൊന്നും ഉറുദു ഒന്നും തീരെ അറിയില്ലായിരുന്നു. അപ്പം ഡൽഹിയിൽ തന്നെ ഉറുദു സംസാരിക്കുന്നവരുമുണ്ട്, അതേപോലെ ഹിന്ദി സംസാരിക്കുന്നവരുമുണ്ട്. അപ്പം മെയിനായിട്ട് ഹിന്ദി നമുക്ക് ക്ലിയർ ആവും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കുറച്ചും കൂടി ഫ്ലുവൻ്റ് ആവും. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ്സും നാഷണൽ ലെവലിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് ബന്ധപ്പെടുന്ന മാസ്റ്റർമാര് അവരോടൊക്കെ ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ തന്നെ അവർ തന്നെ അത്രയും റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. അവരോട് ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് ഓരോ സിലബസിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഹലോ, കേൾക്കുന്നുണ്ട്. നമുക്ക് അപ്പോ നമ്മള് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാട്ടിലേറെ നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒന്ന് ലാംഗ്വേജ്, രണ്ട് ഡിഫറെന്റ് കൾച്ചേഴ്സ്. അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു ബെഞ്ചുമേൽ തന്നെ ഇരിക്കുന്നത് ഒന്ന് ജമ്മുത്തെ കുട്ടിയാവാം, അതേപോലെ ബീഹാർത്തെ കുട്ടിയാവാം, ഒന്ന് കേരളത്തിലെ കുട്ടിയാവാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഡിഫറെന്റ് കൾച്ചേഴ്സ് ആണ്. പിന്നെ അതേപോലെ ലാംഗ്വേജ്, നമുക്ക് അവരെ നാട്ടിൽ എന്ത് ഫുഡാണ്, അതേപോലെ അവരെ സംസ്കാരം, അങ്ങനെ അവരോട് ഇടപഴകുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അതേപോലെ കുറെ ടീച്ചേഴ്സ് ക്ലാസ് ഒക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ക്ലാസ് ആദ്യമൊക്കെ ഇംഗ്ലീഷിലായിരുന്നു എടുത്തിരുന്നത്. പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി ആയി മിക്സായി. അപ്പോ അത് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടല്ല, അത് നമുക്ക് മനസ്സിലാവും. ആദ്യം ഇംഗ്ലീഷ്, പിന്നെ നമ്മൾ അതിൽ അഡാപ്റ്റീവായി നമുക്ക് ആ ലാംഗ്വേജ് കുറച്ചും കൂടി ഫ്ലുവൻ്റ് ആവും. പിന്നെ ഓരോ കോളേജസും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് അത്രയും ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ള കോളേജുകളാണ് ഡൽഹിയിലുള്ളത്. ഓരോ സൊസൈറ്റികളായാലും ഇപ്പം ഫോട്ടോഗ്രാഫി സൊസൈറ്റി, അതുപോലെ ഡാൻസ് സൊസൈറ്റി, അങ്ങനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സൊസൈറ്റിയിലേക്കാണ്. അതേമാതിരി കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന UPSC, അതുപോലെ SSC, ഇതിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ ഏറ്റവും ഒരു ഹബ്ബ് എന്ന് പറയാം, ഡൽഹിയാണ് ഹബ്ബ്. അത്രയും അവർക്ക് റീഡിംഗ് ആയിട്ടും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, അതേമാതിരി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്
അവർക്ക് എന്തിനും പറ്റിയൊരു സ്ഥലമാണ് ഡൽഹി. പിന്നെ പിന്നെ നൈറ്റ് ലൈഫ്, നമുക്ക് നൈറ്റ് ലൈഫ് ഫീൽ ചെയ്യണമെങ്കിൽ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഫ്രീഡം ഉണ്ടാകും, നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാം. ജസ്റ്റിസിന്റെ റേഞ്ച് പിന്നെ പ്രോബ്ലം ഉണ്ടോ സാറേ? നാഷണൽ ഹൈ റെപ്യൂട്ടഡ് ആളുകളുമായിട്ട് നമുക്ക് കൾച്ചറൽ ഹലോ ഹലോ റേഞ്ച് ടീച്ചർ പ്രശ്നം ഉണ്ടോ? ആ മുഹമ്മദ് സനീൻ എന്തോ ഒരു റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന്. ക്ലിയർ ആവുന്നില്ലല്ലേ? ഇല്ല. ഓക്കെ, സനീൻ അങ്ങനെയാണെങ്കിൽ അടുത്ത ആളെ വിളിക്കണോ? അതന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ഇടയ്ക്കൊന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി ടീച്ചർ. കൺക്ലൂഡ് ടീച്ചറെ സാറേ വിളിക്കട്ടെ? ആ മുഹമ്മദ് സനീൻ റേഞ്ച് എന്തോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇനി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ സാറേ? ഓക്കെ ഓക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് തന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് വസ്ലിയാന ഫാത്തിമ. അരീക്കോട് MICS പബ്ലിക് സ്കൂളിലെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം പൂക്കളത്തൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തന്നെ +2 കംപ്ലീറ്റ് ചെയ്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജർമാനിക് ആൻഡ് റൊമാൻസ് സ്റ്റഡീസിൽ BA ഓണേഴ്സ് ഫ്രഞ്ച് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഭാഷകളെ ക്രിയാത്മകമായ രീതിയിൽ പര്യവേക്ഷണം ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാൻ തൽപരയാണ് എന്നാണ് അറിയുന്നത്. വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു മിസ് ലിയാന ഫാത്തിമ, പ്ലീസ്. ഹലോ, എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് യെസ്. ഓക്കെ, ഗുഡ് ഈവനിങ് പീപ്പിൾ. ഞാൻ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ തന്നെ നിൽക്കുന്നു വിചാരിക്കുന്നു. ക്ലാസ് ഒക്കെ ആയിട്ട് ഉഷാറായിട്ട് പോകുന്നു വിചാരിക്കുന്നു. അപ്പോ നേരത്തെ പ്രസന്റ് ചെയ്ത സനീൻ എന്റെ ജൂനിയർ ആയിരുന്നു. അവൻ പഠിച്ച സെയിം യൂണിവേഴ്സിറ്റി തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ ആരും എടുക്കാത്ത വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, അഥവാ കൂടുതൽ പേരൊന്നും ചൂസ് ചെയ്യാത്ത ഒരു ലാംഗ്വേജ് ആണ്, മീൻസ് ഒരു ഫീൽഡാണ് ഞാൻ എടുത്തത്. ഫോറിൻ ലാംഗ്വേജ് ആണ്. അപ്പം എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ അധികം ആർക്കും ഇതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അപ്പോ ഞാന് സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അറിയുന്നത് ഞാൻ എൻ്റെ ജ്യേഷ്ഠന്റെ അടുത്ത് നിന്നാണ്. ജ്യേഷ്ഠൻ അവിടെ തന്നെയാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോ അവന്റെ കുറെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ട് എനിക്കും അവിടെ തന്നെ പഠിക്കണം, അവിടുത്തെ എക്സ്പോഷേഴ്സും അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാനുണ്ടായത്. പിന്നെ അപ്പൊ ഫ്രഞ്ച്, ഞാൻ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ച് പോയ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം അവിടെ ചെന്ന് ഫ്രഞ്ച് എടുത്ത് എന്താ പറയാ ക്ലാസ്സിലൊക്കെ കയറി കഴിഞ്ഞപ്പോ അറിഞ്ഞത് എന്നെക്കാളും എന്താ പറയാ ഫ്രഞ്ച് തന്നെ +2-ലും അതുപോലെ തന്നെ ഹൈസ്കൂളിലും പഠിച്ച കുട്ടികളൊക്കെ ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഐ വാസ് ലൈക്ക് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. അപ്പം എനിക്കൊന്നും അറിയില്ല ഫ്രഞ്ച് എന്താണ് എന്നുള്ളത്. അപ്പം ഞാനൊരു ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സെമിസ്റ്റർ ഞാൻ ഭയങ്കര എന്താ പറയാ ഡിപ്രസ്ഡ്, എന്താ പറയാ ഒരു ഐഡിയ ഇല്ലാത്ത പോലെ ആയിരുന്നു എന്താ ചെയ്യണ്ടേ എന്നുള്ളത്. പക്ഷേ ഞാൻ എന്റെ ക്ലാസ്സിൽ സ്ട്രെങ്ത്, കുട്ടികളുടെ സ്ട്രെങ്ത് മറ്റുള്ള കോളേജുകളെക്കാളും കുറച്ച് കുറവായിരുന്നു. കാരണം ഇത് ഫോറിൻ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഇതില് എന്താ പറയാ ഈ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും.
കാരണം എല്ലാവർക്കും ഒന്നും അത് ചൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓരോരുത്തരുടെ രീതി പോലെയാണ്. അപ്പം ടീച്ചേഴ്സ് ഒരുപാട് എന്താ പറയാ ഭയങ്കര ഇന്റിമേറ്റ് ആയിരുന്നു ഞങ്ങളോട്. അപ്പം ടീച്ചർ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ലൈക്ക് സ്പെസിഫിക് ആയിട്ട് കുട്ടികളുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഫസ്റ്റ് സെമസ്റ്ററിൽ ഞാൻ ഒരുപാട് മാറി. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ മാത്രമാണ് എൻ്റെ ക്ലാസ്സിൽ മലയാളി സ്റ്റുഡന്റ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയാ എനിക്കതൊരു എന്താ അറിയില്ല, കുറെ മാറ്റങ്ങൾ എന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ കുട്ടികളുടെ, അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പം അതിപ്പം അങ്ങനെ അവരുടെ രീതി, അവരുടെ നാട് എല്ലാം അതിനെ കുറിച്ചൊക്കെ അറിയാനൊക്കെ ഇടയുണ്ടായി. അങ്ങനെ കുറെ എക്സ്പോഷേഴ്സ്. അതുപോലെ തന്നെ ഇതിന് തുടക്കത്തിൽ സംസാരിച്ച ആള് ദിവ്യ മാം, അവര് സംസാരിച്ച പോലെ തന്നെയാണ് ലൈക്ക് എങ്ങനെയാണ് എൻവയൺമെന്റ്, ലൈക്ക് ക്യാമ്പസിലും എല്ലാം എന്താ പറയാ എൻവയൺമെന്റ് എല്ലാം സെയിം അതുപോലെ തന്നെയാണ്. ടീച്ചർ സോറി ദിവ്യ മാം പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് നമ്മൾ ഫ്രീ ആണ്, ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പം അതിനെ എത്രത്തോളം യൂട്ടിലൈസ് നമ്മൾ ചെയ്യുന്നു, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു, മോശമായ രീതിയിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പോവാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ വിവരം ശേഖരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇങ്ങനെ എന്താ പറയാ നിങ്ങളെ തന്നെ ഇംപ്രൂവ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറെ. ഞാൻ എൻ്റെ തന്നെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് ഇന്റേൺഷിപ്സ് ചെയ്തു. അതുപോലെ തന്നെ പല ആളുകളായിട്ട് പല രീതിയിൽ വോളണ്ടിയറിങ് ചെയ്തു. അങ്ങനെയൊക്കെ കുറെ ബെനിഫിറ്റ്സ് എനിക്ക് എൻ്റെ പഠനത്തിനോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ പലർക്കും ഗേൾസിന്റെ അക്കോമഡേഷനെ കുറിച്ചാണ് എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് നിനക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെയാണ്. അപ്പൊ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. എല്ലാ കോളേജിലും ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള കോളേജ് ലൈക്ക് ഹിന്ദു കോളേജാണ്, മിറാണ്ട ഹൗസ്, അതുപോലെ ഹാൻസ് രാജ്, അങ്ങനെ കുറച്ച് എന്താ പറയാ കുറച്ച് കോളേജുകൾക്കൊക്കെ ഹോസ്റ്റൽ ഉണ്ട്. പക്ഷെ ലിമിറ്റഡ് സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് PG ഉണ്ട്, ലൈക്ക് സേഫ് ആയിട്ടുള്ള PG ഉണ്ട്. അപ്പം അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, അതായത് നിങ്ങളുടെ പാഷൻ, ഏത് പഠനത്തിലാണോ നിങ്ങൾക്ക് പാഷൻ ഉള്ളത് അത് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വന്നാൽ അത് എന്താ പറയാ വളരെ യൂസ്ഫുൾ ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ മിസ്യൂസ് ചെയ്യാനും കുറെ ഘടകങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും വേണം നിങ്ങൾ ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജുകളിൽ നിന്നും വ്യത്യാസം എനിക്ക് തോന്നുന്നു പൊളിറ്റിക്സ്. ദിവ്യ മാം പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്സിന്റെ ഇഷ്യൂ അത് വളരെ അങ്ങനെ ഇല്ല. ലൈക്ക് ഗ്രൂപ്പ് പാർട്ടികളായിട്ട് നമുക്കില്ല. അങ്ങനെ ഒരു എൻവയൺമെന്റ് ഞാനും കണ്ടിട്ടില്ല. ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത്ര വലിയ ശക്തം ഒന്നുമല്ല. പിന്നെ കുറെ പ്രൊട്ടസ്റ്റുകൾ, ലൈക്ക് പ്രൊട്ടസ്റ്റ് ഇസ് സംതിങ് എന്താ പറയാ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന ഒരു സംഭവമാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പ്രൊട്ടസ്റ്റ് ഒക്കെ കാണാൻ പറ്റും. ബട്ട് ലൈക്ക് ഇങ്ങനെ SFI അങ്ങനെയൊന്നും ആവില്ല. ലൈക്ക് ഒരു എന്താ പറയാ ഒരു നോൺ വയലന്റ് ആയിട്ടുള്ള ആ രീതിയിലായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീ തന്നെയാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി നൽകുന്നത്. അതായത് അതിപ്പോ ഓരോ സബ്ജക്ട് അനുസരിച്ചായിരിക്കും. ഇപ്പം എന്റെ കോഴ്സ് ആണെങ്കിൽ ലൈക്ക് അത്രയൊന്നും വരുന്നില്ല. ഇറ്റ്സ് ലൈക്ക് 3000 അങ്ങനെ എന്തോ ഉള്ളൂ. പിന്നെ ഓരോ എന്താ പറയാ നീഡ്സ്, അതായത് ചിലപ്പോൾ സയൻസ് വിഷയങ്ങളിലൊക്കെ ആവുമ്പോൾ ലാബ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു റേറ്റ് ഫീ കൂടും. പക്ഷെ അഫോർഡബിൾ ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഗുഡ് ലൈബ്രറീസ് ആണ്. ഒരുപാട് നല്ല പുസ്തകങ്ങളും നല്ല ശേഖരമാണ്, പുസ്തകങ്ങളുടെ നല്ല ശേഖരമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ലൈബ്രറീസിൽ ഞാൻ കണ്ടിട്ടുള്ളത്.
അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസ് ഏരിയകളിൽ തന്നെ നമുക്ക് വേറെയും കുറെ കുഞ്ഞു കുഞ്ഞു ലൈബ്രറീസ് ഒക്കെ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം, മീൻസ് റൂമിലിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഫുൾ എന്താ പറയാ, പഠിക്കുന്ന ഒരു വൈബ് ആയിരിക്കും. അതായത് ലൈക്ക് അവിടുത്തെ കുട്ടികൾ, ദിവ്യ മാം പറഞ്ഞ പോലെ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ഫുൾ എക്സ്പ്ലോറിങ്, അവർക്ക് പഠനം അതുപോലെ എന്താ പറയാ, എക്സാം അല്ല അവരുടെ ഒരു ചിന്ത. അവര് എസ്പെഷ്യലി ആർട്സ് ഫീൽഡ്, സോഷ്യോളജി, ലൈക്ക് ആ ഒരു ഫീൽഡ് ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് അവിടെ പോയി പഠിക്കാന്ന് പറയുമ്പോൾ നമുക്ക് വേറിട്ട അനുഭവമായിരിക്കും. പിന്നെ പറയാൻ ഉള്ളത്, റാഗിങ് ഇല്ല, റാഗിങ് ഫ്രീ ക്യാമ്പസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞല്ലോ, സെനീൻ പറഞ്ഞല്ലോ, സൗത്ത് ആൻഡ് നോർത്ത് ക്യാമ്പസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ തന്നെ നോർത്ത് ക്യാമ്പസ്, ഞാൻ നോർത്ത് ക്യാമ്പസിലാണ്, ഹിന്ദു കോളേജും നോർത്ത് ക്യാമ്പസിലാണ് വരുന്നത്. സൗത്തിൽ ഒരുവിധം ഗേൾസ് കോളേജ് ആണ് വരുന്നത്, ശ്രീ വെങ്കടേശ്വര, ലേഡി ശ്രീറാം കോളേജ്, അങ്ങനെ വുമൻസ് കോളേജ് ഒക്കെ ഉണ്ട്. നല്ല നല്ല വുമൻസ് കോളേജ് ഉണ്ട്. ഇപ്പം പെൺകുട്ടികളുടെ ഒരു ഇതൊക്കെ ആലോചിച്ച്, മീൻസ് അങ്ങനത്തെ ഒരു ഇതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാവുന്ന അങ്ങനത്തെ കോളേജുകൾ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് പൊതുവേ ജൂൺ ജൂലൈ ആ ടൈമിലാണ്. അതിനുശേഷം തൊട്ട് അടുത്ത മാസത്തിലായിട്ട് തന്നെ നമ്മളെ കട്ട് ഓഫ്സ് ഇടും. അപ്പം ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ BFS ബേസ്ഡ് കാൽക്കുലേഷൻ എന്നാണ് പറയുക. അതായത് നമ്മുടെ സബ്ജക്ട്സിൽ ഏറ്റവും നല്ല 4 സബ്ജക്ട്സിന്റെ ആവറേജ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എടുക്കുക. അത് വെച്ചിട്ടാണ്, അതായത് അല്ലാണ്ട് നമ്മുടെ എല്ലാ മാർക്സും ഇൻക്ലൂഡ് ചെയ്യില്ല. അതായത് നമ്മൾ +2 ഒരു 4 സബ്ജക്റ്റിൽ നല്ല മാർക്സ് കിട്ടിയാൽ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ നല്ല കോളേജുകളിൽ തീർച്ചയായിട്ടും അഡ്മിഷൻ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ചില കോഴ്സുകൾ, അതായത് ജേർണലിസം, അതുപോലെ ചില വേറെ അതുപോലെ തന്നെ BFA, ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്, അതിലൊക്കെ ആണെങ്കിൽ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. വളരെ ചുരുക്കം കോഴ്സുകൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ കട്ട് ഓഫ്സ് പൊതുവേ ഒരു 1 മുതൽ 9 കട്ട് ഓഫ് വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. തുടക്കത്തിലൊക്കെ നല്ല കട്ട് ഓഫ് ആയിരിക്കും, കാരണം കോമ്പറ്റീഷൻ കൂടുന്നത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമിക്കാൻ. പിന്നെ എനിക്കൊന്ന് സനീന തന്നെയാ പറയുന്നത് തോന്നുന്നുണ്ട്, ഈ കുട്ടികൾ, അതായത് അല്ല, ദിവ്യ മാം ആണ് പറഞ്ഞത്, മലയാളികൾ ഒരുപാട് ഉണ്ട് ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ. ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ 1000-ൽ പരം കുട്ടികളുണ്ട്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് തന്നെ കുറെ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളവിടെ മലയാളികളായിട്ട് മീൻസ് മലയാളികളായിട്ട് കൂട്ടുകൂടരുത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ വേറെയും അവിടെ പോയിട്ട് അവിടുത്തെ ബെനിഫിറ്റ്സ് മറന്ന്, ലൈക്ക് അവിടുന്ന് കിട്ടാവുന്ന ചില ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ ആണല്ലോ മലയാളികളാണ്, നമുക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ബട്ട് അവിടുന്ന് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് നമ്മൾ പരമാവധി യൂസ് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ അക്കോമഡേഷന്റെ കാര്യം പറഞ്ഞു, അഡ്മിഷനും പറഞ്ഞു. പിന്നെ ഇപ്പൊ ടോപ്പ് കോളേജസ് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ റീസെന്റ് മിറാണ്ട ഹൗസ് ആണ് പറഞ്ഞത്. മിറാണ്ട ഹൗസ് ആണ് റീസെന്റ് അപ്ഡേറ്റ് ചെയ്തത്. ഗേൾസ് ഓൺലി കോളേജ് ആണ്, ബട്ട് ഇൻഫ്രാസ്ട്രക്ചർ എവറിത്തിങ് ഇസ് ഫൈൻ. പിന്നെ കൊമേഴ്സ് വിഷയങ്ങൾ പഠിച്ചിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രീറാം കോളേജ് ഫോർ കൊമേഴ്സ് ഇറ്റ്സ് ദ ബെസ്റ്റ്. നല്ല പ്ലേസ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള കോളേജാണ് SRCCന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ വെറും 2 കോഴ്സേ ഉള്ളൂ ആ കോളേജിൽ. BCom ആൻഡ് എക്കണോമിക്സ്, ഈ 2 കോഴ്സ് മാത്രമേ ഉള്ളൂ. അത് കൊമേഴ്സിനായിട്ട് വേണ്ടിയിട്ടുള്ള എന്താ പറയാ കോളേജാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രൊഫസേഴ്സ്, നമ്മുടെ ടീച്ചേഴ്സ്, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവര് പ്രൊമിനന്റ് ആയിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പ്രൊമിനന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ്. ഈവൻ ഇപ്പോ SRCCയിലാണെങ്കിൽ നമുക്കിപ്പോ അവിടെ നമുക്കറിയാം, ശ്രീ മൻമോഹൻ സിംഗ് അവിടെ ഗസ്റ്റ് ലെക്ചറർ ആയിട്ട് വന്ന് പഠിപ്പിക്കാറുണ്ടായിരുന്നു മുൻപ്. അങ്ങനെ
കുറെ അലുമിനിസ് ഇമ്പോർട്ടന്റ് അലൂമിനീസ് ഒക്കെ ഉള്ള കോളേജുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കോളേജുകളും ഉണ്ട്. ദൗലത് റാം, കിറോരി മാൾ, ദൗലത് റാം, മിറാണ്ട, ദെൻ ഇന്ദ്രപ്രസ്ഥ, അങ്ങനെ. പിന്നെ ചില കോഴ്സ് ഇപ്പോൾ കേൾക്കാത്ത കോഴ്സാണ് സോഷ്യൽ വർക്ക് ഒക്കെ കേട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. MSW, BSW എന്നിങ്ങനെ കേട്ടിട്ടുണ്ടാവും. അതിന് ആകെ ഒരു കോളേജേ ഉള്ളൂ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ. അത് ഡോക്ടർ BR അംബേദ്കർ കോളേജാണ്. അത് സൗത്ത് ക്യാമ്പസും അല്ല നോർത്ത് ക്യാമ്പസും അല്ല, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഓഫ് ക്യാമ്പസ്, ഒരു എൻഡിലാണ്. നല്ല കോളേജാണ്. അവിടെ ഇപ്രാവശ്യം കുട്ടികൾ എൻറോൾ ചെയ്തിട്ടുണ്ട് BSWക്ക് വേണ്ടിയിട്ട്. നല്ല കോഴ്സാണ്. ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ടീച്ചറെ, ടീച്ചറെ ഹലോ സർ. ക്വസ്റ്റ്യൻസ് അവസാനാക്കാം, അടുത്തോടെ കഴിഞ്ഞിട്ടാക്കാം അല്ലേ? കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡൽഹി യൂണിവേഴ്സിറ്റി നല്ല സമഗ്രമായിട്ട് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മിസ്റ്റർ മുഹമ്മദ് സനീം, മിസ് ലിയാന ഫാത്തിമ, താങ്ക് യു സോ മച്ച്. നമ്മൾ അടുത്തതായിട്ട് ലാസ്റ്റ് ബട്ട് ഡെഫിനറ്റ്ലി നോട്ട് ദ ലീസ്റ്റ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുള്ള നമ്പർ 1 റാങ്കിംഗ് ഉള്ള JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ഫറൂഖ് കോളേജിൽ നിന്ന് സോഷ്യോളജിയിൽ ഗ്രാജുവേഷൻ നേടിയതിനു ശേഷം JNU ന്യൂഡൽഹിയിൽ MA സോഷ്യോളജി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായ മിസ് സുഹാദ ആണ് നമ്മുടെ അടുത്ത വിശിഷ്ട അതിഥി. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സാമൂഹിക വിദ്യാഭ്യാസ ഉന്നമനത്തിന് പ്രവർത്തിക്കുന്ന NGO ആയ യെസ് ഇന്ത്യ കാലിക്കറ്റിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. നാഷണൽ ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ വിവിധ റിസർച്ച് പേപ്പേഴ്സും പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തക കൂടിയായ മിസ് സുഹാദ. സന്തോഷത്തോടും സ്നേഹത്തോടും ക്ഷണിക്കുന്നു മിസ് സുഹാദ, പ്ലീസ്. സർ, മിസ് സുഹാദ ഇല്ലേ? ഒരു അൺമ്യൂട്ട് ചെയ്തിട്ട് അവരെ കോസ്റ്റ് ആക്കണ്ട, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഏത് പേരിലാ സാറ്? സുഹാദ ഉണ്ട്. സുഹാദത്ത് ബി ആണോ അതെ സാറ്? ഷമീർ സാറ് ഓക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതെ, അവരൊന്ന് സാർ ഒന്ന് കോസ്റ്റ് ആക്കണം. സുഹാദത്ത് ബി അവരൊന്ന് കോസ്റ്റ് ആക്കണം. സാർ കേൾക്കുന്നുണ്ടോ? സുഹാദത്തിനെ ഞാൻ ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. സുഹാദത്ത് അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ഞാൻ ഓഡിയബിൾ ആണോ? യെസ്, ഓഡിയബിൾ ആണ്. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പോ എല്ലാവർക്കും അറിയാം, നമ്മളൊരു പുതിയ കൾച്ചറൽ ഷിഫ്റ്റിന്റെയും ന്യൂ ഇന്റഗ്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഞാൻ മലപ്പുറം ജില്ലയില് വളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഠിച്ചതും ജനിച്ചതും ഒക്കെ. ഇവിടെ MES HSS ഇരുമ്പിളിയമാണ് ഞാൻ +2 ചെയ്തത്. ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സയൻസിന് അഡ്മിഷൻ കിട്ടി. പിന്നെ ഹ്യൂമാനിറ്റീസിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് MESലേക്ക് പോയി. അങ്ങനെയാണ് സോഷ്യോളജിയിലേക്കൊക്കെ വരുന്നത്. അപ്പോ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഇപ്പോ ഒരുപാട് ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയുമ്പോൾ വലിയ സന്തോഷം. കാരണം ഞാനൊന്നും +2 കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല, ഒരു 4-5 വർഷമായിട്ടുള്ളൂ. പക്ഷെ അന്ന് ഇങ്ങനത്തെ ഒന്നും ഒരു ഓറിയന്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ കിട്ടുന്നത് 10ാം ക്ലാസ്സിന്റെ അവസാനത്തിൽ വരുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകൾ മാത്രമായിരുന്നു. അപ്പം ഇതിലുള്ള കുട്ടികളോട് പറയാനുള്ളത്, യു ആർ റിയലി ലക്കി ടു ഹാവ് ദിസ് കൈൻഡ് ഓഫ് അസോസിയേഷൻസ് ടു ഗിവ് സച്ച് എൻ ഓപ്പർച്യൂണിറ്റി ടു യു. പിന്നെ ഞാൻ കൂടുതൽ എന്നെ കുറിച്ച് പറയുന്നില്ല, ഞാൻ JNUവിനെ കുറിച്ച് പറയാം. JNU ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സ്പെഷ്യലി സോഷ്യൽ സയൻസസിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളതെങ്കിലും ഒരുപാട് സയൻസ് കോഴ്സുകളും ഉള്ള ഒരു കോളേജാണ്, യൂണിവേഴ്സിറ്റിയാണ് JNU.
അപ്പോ ഞാൻ IIT ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു PGക്ക് വേണ്ടിയിട്ട്. പക്ഷെ JNU തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് അത് ഞാൻ എടുത്ത വിഷയം സോഷ്യോളജിയാണ്. അപ്പൊ സോഷ്യോളജിന്റെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അത് JNU ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ JNUലേക്ക് പോയത്. ആൻഡ് ഇറ്റ് വാസ് വർത്ത്, ആക്ച്വലി ഇറ്റ് വാസ് എ വർത്ത് ഡിസിഷൻ. പറയുകയാണെങ്കിൽ JNU എന്ന് പറയുന്നത് ഒരു വലിയ ക്യാമ്പസ് ആണ്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ എന്താ പറയാ കോളേജ് സെന്ററുകളും ഡിപ്പാർട്ട്മെന്റുകളും നമ്മുടെ ദാബകളും അതേപോലെ തന്നെ 18 ഹോസ്റ്റലും അത്രയും ഒരുപാട് അവിടെ പഠിപ്പിക്കുന്ന ഭൂരിഭാഗം ടീച്ചേഴ്സിന്റെ റെസിഡൻസ്, അതായത് താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളും അടക്കം ഉൾപ്പെടുന്ന ഒരു വലിയ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയാണ് JNU. അപ്പൊ മുന്നേ പറഞ്ഞ 2 യൂണിവേഴ്സിറ്റികളും അടുത്തടുത്താണ്. ജാമ്യയിലേക്ക് 40 മിനിറ്റ് മെട്രോക്കും ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അത്ര തന്നെ ഏകദേശം 1 മണിക്കൂറോളം യാത്രയാണ് അവിടെ നിന്നുള്ളത് മെട്രോ വഴി. അപ്പം പറയുകയാണെങ്കിൽ JNU ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് എപ്പോഴും. അത് എന്താ പറയാ പഠനത്തിന്റെ കാര്യങ്ങളിലാണെങ്കിലും റിസർച്ച് പേപ്പറിന്റെ കാര്യത്തിലാണെങ്കിലും അതിനപ്പുറത്ത് എന്താ പറയാ അവിടെ നടക്കുന്ന പൊളിറ്റിക്സ് ആണെങ്കിലും ഇലക്ഷൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അപ്പോ JNUവിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഡിഗ്രി കോഴ്സുകൾ വളരെ കുറവാണ്. ആകെ 10 ഡിഗ്രി കോഴ്സുകൾ മാത്രമാണ് JNU ഓഫർ ചെയ്യുന്നുള്ളൂ. അത് തന്നെ ഈ ഫോറിൻ ലാംഗ്വേജസിൽ ആണ് കൂടുതലും കൊടുക്കുന്നത്. എന്താ പറയാ ഫ്രഞ്ച്, ജാപ്പനീസ്, അങ്ങനെ അറബിക്, അങ്ങനെയുള്ള ഫോറിൻ ലാംഗ്വേജസ്, അങ്ങനെ ഒരു 10 കോഴ്സ് മാത്രമാണ് അവിടെ ഡിഗ്രി കോഴ്സുകളായിട്ട് കൊടുക്കുന്നുള്ളൂ. PGക്ക് എന്താ സയൻസും സോഷ്യൽ സയൻസും അല്ലാതെ പുതിയ കോഴ്സുകളും ഉൾപ്പെടെ ഒരു 34ലധികം കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ MPhilഉം PhDയും ഉണ്ട്. അപ്പം MPhilഉം PhDയും ഡിപ്പെൻഡഡ് ആണ്. ഓരോ വിഷയങ്ങൾക്കനുസരിച്ച് അതിന്റെ സീറ്റിന്റെ കാര്യങ്ങൾ മാറിയും ചില സമയത്ത് ചില കോഴ്സുകൾ അതിന് ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് സീറ്റുകൾ ഇല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവലുണ്ട്. അപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളായതുകൊണ്ട് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടി വരിക ഡിഗ്രി ആൻഡ് PG ആയിരിക്കും. അപ്പൊ PG അത്യാവശ്യം എല്ലാ വിഷയങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്ക് ഇനിയിപ്പോ ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് JNU എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. അപ്പൊ അതിൽ കോഴ്സ് ആൻഡ് അഡ്മിഷൻസ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ കാറ്റഗറി വൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പോ പിന്നെ പറയുകയാണെങ്കിൽ 18 ഹോസ്റ്റലുകൾ ഉണ്ട്. അതിൽ ഒരെണ്ണം PhD ചെയ്യുന്ന കുട്ടികൾക്ക് ഇഫ് ദേ ആർ മാരീഡ് അവർക്ക് ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ക്വാർട്ടേഴ്സ് പോലെയുള്ള ചെറിയ ഒരു ഹോസ്റ്റലാണ്. പിന്നെ ഹോസ്റ്റൽസ് ഒക്കെ ഇങ്ങനെ ഒരു 3 എണ്ണം അടുപ്പിച്ച് അങ്ങനെ ഒരു 3-4 ഹോസ്റ്റൽസ് ഒക്കെ അടുപ്പിച്ചായിരിക്കും. അപ്പൊ വലിയ ക്യാമ്പസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയാ വിരുന്നൊക്കെ പോകാൻ പറ്റും. കുറച്ച് ഒരു 10 മിനിറ്റ് ഒക്കെ നടന്നാൽ അപ്പുറത്തുള്ള നമ്മുടെ ഹോസ്റ്റലിലെ ഫ്രണ്ടിനെ കാണാനൊക്കെ നമുക്ക് രാത്രിയൊക്കെ നടക്കാനും അവിടെ പോവാനും കുക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. പിന്നെ എല്ലാ ഹോസ്റ്റലുകളിലും മെസ് ഉണ്ട്. നമുക്ക് 3 സമയം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കൃത്യമായിട്ട് ഫുഡ് കിട്ടും. അധികം നോർത്ത് ഇന്ത്യൻ ഡിഷസ് തന്നെയാണ്. പക്ഷെ ദേ വിൽ ട്രൈ ടു ഡു ഇൻക്ലൂഡ് എന്താ പറയാ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യലുണ്ട്. ആൻഡ് വൺസ് ഇൻ എ മന്ത് എന്താ പറയാ അവിടെ ഒരു സ്പെഷ്യൽ ഡിന്നർ പരിപാടി ഉണ്ടാവും. പിന്നെ ഈ കൾച്ചറൽ നൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഹോസ്റ്റലിലും ആനുവലി ഒരു പ്രോഗ്രാം വെക്കാറുണ്ട്. അങ്ങനെ മത്സരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഹോസ്റ്റൽസ് നമ്മൾ ഹോസ്റ്റ് ചെയ്യും ഒരു പരിപാടി, ഫുഡ് ഭയങ്കര ഹെവി ഫുഡ്, പാർട്ടി, DJ ആൻഡ് എന്താ പറയാ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവും. പിന്നെ ഓരോ ഉത്സവങ്ങളും അതായത് നാഷണൽ ഫെസ്റ്റുകള് നടക്കും. ഇപ്പൊ മലയാളികളാണെങ്കിൽ ഓണം ആഘോഷിക്കും. അതുപോലെ തന്നെ ദസറ, നവരാത്രി, പിന്നെ ദീപാവലി, അങ്ങനെ എല്ലാം. പിന്നെ നമ്മുടെ നാഷണൽ ഫെസ്റ്റിവൽസ് എല്ലാം വളരെ കൃത്യമായിട്ട് അവിടുത്തെ സ്റ്റുഡൻസ് കൊണ്ട് നടക്കാറുണ്ട്. അങ്ങനെ യൂണിയന്റെ കീഴിലൊന്നും അല്ല നടക്കല്, പക്ഷെ അതിനായിട്ട് കുട്ടികൾ എല്ലാവരും മുന്നിട്ട് ഇറങ്ങി വന്നിട്ട് ചെയ്യാറുണ്ട്. ആൻഡ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അബൌട്ട് JNU ഈസ് യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് എന്താ പറയാ
ലൈഫിൽ ഒരു മാറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏറ്റവും നല്ല കോളേജ് എന്ന് പറയുന്നത് അത് JNU ആണെന്ന് ഞാൻ പറയും. കാരണം നമ്മളെ ഈ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന നമ്മൾ എന്താണെന്ന് പറയുന്ന കുറെ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറണം. അപ്പൊ ഇവരൊക്കെ നേരത്തെ പറഞ്ഞ 3 പേരും പറഞ്ഞ പോലെ ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മള് ചെല്ലുന്ന സമയത്ത് എന്താ പറയാ, ഈ നമ്മുടെ ഫുഡ് നമ്മുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് ഡൽഹിയിലുള്ള മലയാളി ഹോട്ടലുകൾ അല്ലെങ്കിൽ കേരള ഹൗസ് ഒക്കെ തപ്പി പിടിച്ച് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് നമുക്ക് കൂടണമെങ്കിൽ പോവാൻ പറ്റുന്ന സ്ഥലങ്ങളായിട്ട് മാറും. പിന്നെ ലാംഗ്വേജ് ഒന്നും ഒരു പ്രശ്നമല്ല. JNUലെ ക്ലാസ്സസ് ഭൂരിഭാഗവും ഇംഗ്ലീഷിലാണ്. അപ്പോ നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് വരില്ല. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് ഉണ്ടാവും. പിന്നെ ഫിസിക്കലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ഐ വുഡ് ലൈക്ക് ടു സേ ഫിസിക്കലി എന്താ പറയാ കുറച്ചുകൂടെ എന്താ പറയാ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള നമ്മളുടെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് അതിനും അങ്ങനത്തെ കുട്ടികളെയും എന്താ പറയാ ഒട്ടും മാറ്റി നിർത്താണ്ട് അവരെ ഒപ്പം പിടിക്കുന്ന ഒരു സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയും പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സും ആണ് അവിടെ ഉള്ളത്. ആൻഡ് അൺലൈക്ക് JMI ആൻഡ് DU, JNU ഹാസ് എ സ്ട്രോങ് പൊളിറ്റിക്കൽ സ്പേസ്. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിനെയും ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റിലൂടെ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവിലൂടെ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ് JNU. JNUവിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അവിടുത്തെ പൊളിറ്റിക്സും ജനറൽ ഇലക്ഷനും ഒക്കെ തന്നെയാണ്. അവിടെ വളരെ കൃത്യമായിട്ടുള്ള പാർട്ടികൾ ഉണ്ട്. ABVP ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടി. പിന്നെ അലയൻസ് ആയിട്ട് അവിടെ SFI, ASF, DSF അങ്ങനെ ലെഫ്റ്റിന്റെ ഒരു അലയൻസ് ഉണ്ട്. അതാണ് ഇപ്പം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ NSUI, MSF, BAPSA അങ്ങനെ ഫ്രെറ്റേണിറ്റി അങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള പാർട്ടികളും നാഷണൽ പൊളിറ്റിക്സിലുള്ള പാർട്ടികളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ ഇലക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു JNUവിന്റെ ഒരു ജനറൽ ആഘോഷമാണ്. അപ്പം പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും JMI അതേപോലെ അശോക യൂണിവേഴ്സിറ്റി ഇവിടെ നിന്നൊക്കെ കുട്ടികൾ രാത്രി വരും. അപ്പൊ അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഹോസ്റ്റൽ, ഡോർമെട്രീസ് ഈ പറയുന്നതൊക്കെ തന്നെ വലിയ എക്സ്പീരിയൻസ് ആണ്. നേരത്തെ ഈ പറഞ്ഞ നിങ്ങളിപ്പം എല്ലാവരും ഞാൻ ശ്രദ്ധിച്ച കാര്യം നേരത്തെ പറഞ്ഞ മാമും കുട്ടികളൊക്കെ പറഞ്ഞത് അവിടെ പോകുമ്പോൾ നമ്മള് മറ്റു നാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ രാജ്യത്ത് നിന്നുള്ള കുട്ടികളായിട്ട് കൂടുതൽ കമ്പനി ആവാന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമുക്കതൊരു മലയാളത്തിനോടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ കുട്ടികളോട് മാറ്റി നിർത്തുന്ന പ്രവണതയൊന്നുമല്ല. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അവിടെ പഠിക്കുന്ന മലയാളി കുട്ടികളൊക്കെ അറിയും. അവരുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒരു ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വേണമെങ്കിൽ അത് നടക്കുക എന്ന് പറയുന്നത് മറ്റുള്ള കൾച്ചറിനെ നമ്മൾ വളരെ അടുത്തറിയാന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നടക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഒരു ഇംപ്രൂവ്മെന്റും കൂടെ നമ്മൾ മുന്നിലേക്ക് വെക്കുമ്പോഴാണ് ഇങ്ങനത്തെ നമ്മളെല്ലാവരെയും ഒരുപോലെ നമ്മളുടെ ഒരു സർക്കിളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. പിന്നെ JNU എന്ന് പറയുന്നത് 24/7 ഫ്രീ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. ജസ്റ്റ് എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകളിലെ ചില ക്ലാസ് റൂമുകൾ അടച്ചിടും, ഓഫീസ് റൂമുകൾ അടച്ചിടും എന്നൊഴിച്ചാൽ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ക്യാമ്പസ് ആണ് JNU. അപ്പം പറയാനുള്ളത് അവിടെ ഒരുപാട് ധാബകളുണ്ട്. രാത്രി മുഴുവൻ പ്രവർത്തിക്കുന്ന ധാബകളുണ്ട്. ധാബ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയായിരിക്കും കുഞ്ഞു കുഞ്ഞു ഹോട്ടൽസ്, ഷോപ്പുകളൊക്കെയാണ്. അപ്പം നമ്മൾ ചെറിയ ചെറിയ സർക്കിൾസ് ആയിട്ട് JNUവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അവിടെ നടക്കുന്ന അന്തിച്ചർച്ചകളാണ്. അപ്പോ ഉറക്കമൊക്കെ ഒഴിച്ചിട്ട്, ഉറക്കം എന്ന് പറയുന്നത് എന്താ പറയാ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ചെറിയ പാർട്ടായിട്ട് മാറും പലപ്പോഴും JNUവിലേക്ക് എത്തുമ്പോൾ. കാരണം അത്രയും ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുക. അപ്പം ചെറിയൊരു ഓംലെറ്റും ഒരു കാപ്പിയൊക്കെ പറഞ്ഞ് റോഡിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ എന്താ പറയാ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിസ്കഷൻസ് ആണ്. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. പ്രൊട്ടസ്റ്റുകൾ വളരെ സ്ട്രോങ് ആണ്. നമ്മൾ എന്താ പറയാ ചെറിയ കാര്യം ഉണ്ടെങ്കിലും ഒന്നിച്ചു നിന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ ഒരു ഡിവിഷൻ ഒന്നും ഉണ്ടാവില്ല. ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് ഈ ഡിവിഷൻ ഉണ്ടാവുക.
അപ്പോ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴും അല്ലാത്തപ്പോഴും നമുക്ക് എല്ലാ പാർട്ടിക്കാരുമായിട്ടും പാർട്ടിയിൽ ഇല്ലാത്തവരുമായിട്ടും ഇനി ഏത് മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടും നമുക്ക് കമ്പനി ഉണ്ടാവും. പിന്നെ എന്താ പറയാ, ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കുറച്ച് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മളുടെ മെയിൻ സ്ട്രീം സൊസൈറ്റിയിലേക്ക് അംഗീകരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ജെഎൻയുല് എന്താ പറയാ, നമുക്ക് ഒരാളുടെ എന്താ പറയാ അയാളുടെ ഐഡന്റിറ്റി അത് അയാളുടെ മതം കൊണ്ടോ ജാതി കൊണ്ടോ അതുപോലെ തന്നെ അയാളുടെ സെക്സ് കൊണ്ടോ ഒന്നും അളക്കപ്പെടാത്ത ഒരു, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിങ് കൊണ്ടോ അളക്കപ്പെടാത്ത ഒരു ക്യാമ്പസ് ആണ് ജെഎൻയു. നിങ്ങൾ എന്ത് ധരിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോയാലും നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ഇരിക്കാം. അൺലെസ് അത് മറ്റൊരാളെ അപമാനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒരാളും നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല. ആൻഡ് ക്യൂർ പ്രൈഡ് അതേപോലെ തന്നെ LGBT കമ്മ്യൂണിറ്റികളെയൊക്കെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, അവരാരാണോ അതുപോലെ നമ്മളെ കൂടെ ചേർത്ത് നിർത്തുന്ന ക്യാമ്പസ് ആണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ജെഎൻയുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെലോഷിപ്പ് കിട്ടും. അതായത് നിങ്ങൾ OBC വിഭാഗത്തിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ 1.5 ലക്ഷത്തിൽ കുറഞ്ഞ വരുമാനമുള്ള വീട്ടിലെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാസം 2000 രൂപ വെച്ചിട്ട് അവിടുന്ന് MCM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെലോഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പോ മെസ് ബില്ലൊക്കെ നമുക്ക് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ഫണ്ട് ഒരുപാട് കുട്ടികൾക്ക് കൊടുക്കാനുള്ള കാരണം അവര് റിലീസ് ചെയ്യുക ചിലപ്പോ സെമസ്റ്ററിന്റെ എൻഡിലായിരിക്കും. അപ്പൊ നമുക്ക് ഒന്നിച്ചൊരു 12,000 രൂപയൊക്കെ കിട്ടുകയാണ് ചെയ്യുക. അപ്പോ നമുക്ക് മെസ് ബില്ല് മാസം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് എന്നാലും പൈസ കിട്ടാണ്ടിരിക്കില്ല. പിന്നെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിപ്പാർട്ട്മെന്റ്സ്. ചിലപ്പോ ഞാൻ സോഷ്യോളജി ആയതുകൊണ്ട് എനിക്ക് ആദ്യത്തെ 2 സെമസ്റ്ററിൽ തിങ്കൾ ചൊവ്വ ബുധൻ മാത്രമാണ് ക്ലാസ് ഉണ്ടായിരുന്നത് ഉച്ചവരെ. അവസാനത്തെ 2 സെമസ്റ്ററിൽ ബുധൻ വ്യാഴം വെള്ളിയാണ് ക്ലാസ് ഉണ്ടായിരുന്നത്, അതും ഉച്ചവരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അത് ഡിപ്പെൻസ് ആണ്. മാക്സിമം ഓരോ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ചിട്ടും അത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ആഴ്ചയിൽ അറ്റ് ദ വേഴ്സ്റ്റ് കേസ് നിങ്ങൾക്ക് ഒരു ദിവസം എക്സ്ട്രാ ലീവ് ഉണ്ടായിരിക്കും. അതാണ് ജെഎൻയുവിന്റെ വേറൊരു കാര്യം. പിന്നെ സാറ്റർഡേ സൺഡേ അഫ്കോഴ്സ് ഹോളിഡേ ആയിരിക്കും. അത് പിന്നെ പരീക്ഷകൾ എന്ന് പറഞ്ഞാല് ഇങ്ങനെ നമ്മുടെ സാധാ സബ്മിഷൻസ്, ബുക്ക് റിവ്യൂസോ മൈനർ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സെമസ്റ്റർ എൻഡ് എക്സാംസ്, റിട്ടേൺ എക്സാംസ് ആയിട്ട് തന്നെയാണ് നടക്കുക. ലാബും കാര്യങ്ങളും സയൻസ് ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് അത് കാര്യമായിട്ട് തന്നെ അവർ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ഈ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സംസാരിച്ച ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഇവിടുന്ന് വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ആൾക്കാര്. അപ്പൊ സോഷ്യോളജിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഈവൻ ഫറൂഖിലേക്ക് തന്നെ വളാഞ്ചേരിയിൽ നിന്ന് ഒരു 2 മണിക്കൂറിന്റെ അധികം ബസ്സൊക്കെ കയറി പോയി ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പം കാണുന്നവര് മുഴുവൻ ചോദിക്കുന്ന ഒരു കാര്യം, സോഷ്യോളജി ഒക്കെ പഠിക്കാൻ എന്തിനാണ് ഫറൂഖ് കോളേജിൽ പോകുന്നതെന്നാണ്. പിന്നെ ഡൽഹിയിൽ എത്തിയപ്പോ ക്വസ്റ്റ്യൻ മാറി, ഇവിടെ ഒന്നും കിട്ടാഞ്ഞിട്ടാണോ ഇതിനൊക്കെ അവിടെ പോണത്. പക്ഷെ അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു കാര്യം, നമ്മൾ ഈ ഒഴിവാക്കി വിടുന്ന സോഷ്യോളജി പോലെയുള്ള സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് ഉള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. പക്ഷെ നമ്മളെ കേരളത്തിലുള്ള ആളുകളൊക്കെ പലപ്പോഴും അതിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമുക്ക് കിട്ടുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിൽ പോലും ഇത്തരം സബ്ജക്റ്റുകളെ ഉൾപ്പെടുത്തുന്നതായിട്ട് ഈ അടുത്ത് വരെ ഇപ്പോഴും പലരും ഉൾപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ എത്തിപ്പെടുന്നത് ഈ നമ്മൾ പഠിക്കുന്ന, നമ്മൾ വായിക്കുന്ന ഒറിജിനൽ ബുക്സ് എഴുതിയിട്ടുള്ള ആളുകളുടെ അടുത്താണ്, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളുടെ അടുത്ത്, ഇന്ത്യൻ എക്കണോമിസ്റ്റുകളുടെ മുമ്പിൽ അവരുടെ വായിന്ന് വീഴുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നോട്ടിലേക്ക് എഴുതി വെക്കുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്തായാലും ഉണ്ടാവും. പിന്നെ അവിടെ എക്സാമിൽ നിങ്ങൾക്ക് എത്ര ഗ്രേഡ് കിട്ടുന്നു എന്നുള്ളതൊക്കെ ഇറ്റ്സ് അപ് ടു യു. ലൈക്ക് നിങ്ങളിപ്പം PG കഴിഞ്ഞ് PhDക്ക് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് വേണ്ടി വരും. അപ്പൊ അതിനേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഒക്കെ അങ്ങനെ പഠിക്കുന്നവരൊക്കെ അവിടെ വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അറ്റൻഡൻസ് എന്ന് പറയുന്ന സാധനം ജെഎൻയുല് ഇല്ല.
അത് ഇപ്പോഴും സ്റ്റേയിൽ നിൽക്കുന്ന ഒരു കോർട്ടിൽ നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് പല ഡിപ്പാർട്ട്മെന്റുകളും അറ്റൻഡൻസ് എടുക്കലില്ല. പക്ഷെ ചില ഡിപ്പാർട്ട്മെന്റിന്റെ സാർമാരും കുട്ടികൾക്കും അത് നിർബന്ധമായിട്ടും ഉണ്ട്. അതായത് അത് ഡിപ്പാർട്ട്മെന്റ് വൈസ് അവിടെ ഓട്ടോണമസ് ഡിസിഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 24x7 ലൈബ്രറി ആണ്. 9 നിലയുള്ള ഒരു വലിയ ലൈബ്രറി ഉണ്ട് അവിടെ. ഒരുപാട് ബുക്സ് ഉള്ള ലൈബ്രറി ഉണ്ട്, ലിഫ്റ്റ് ഒക്കെ വെച്ചിട്ട്. നല്ല അടിപൊളിയാണ്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പോവാം, വായിക്കാം, അങ്ങനത്തെ ഒരു ലൈബ്രറി. ആൻഡ് എന്താ പറയാ, PSR എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് JNUവിന്റെ ഉള്ളില്, പാർത്ഥസാരഥി റോക്സ് എന്ന് പറഞ്ഞിട്ട്. അതൊരു ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ്. അവിടെ എന്താ പുറത്തുനിന്നൊക്കെ കുട്ടികളൊക്കെ വന്നിട്ട് എന്താ പറയാ കേറി പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ JNUവിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ വൈകാണ്ട് എന്താ പറയാ JNUവിൽ പോകുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്കത് മനസ്സിലായെന്ന് വരില്ല. നമ്മൾ ഓരോ സ്പോട്ടിനും ഓരോ പേരൊക്കെയാണ് പറയാ. മലയാളികളുണ്ട്, അല്ലാണ്ട് തന്നെ ഓരോ അസോസിയേഷൻസും കാര്യങ്ങളും. പിന്നെ ഒരുപാട് ചർച്ചകൾ ഉണ്ടാവും, ഇന്റർനാഷണൽ ആയിട്ടും നാഷണൽ ലെവലിലായിട്ടും ഒക്കെ ഉള്ള ഗസ്റ്റുകളും മറ്റുമൊക്കെ വന്നിട്ട് വലിയ വലിയ ആളുകൾ വരുന്ന ടോക്കുകൾ ഉണ്ടാവും. അത് രാത്രിന്നോ പകലിന്നൊന്നും വ്യത്യാസം ഇല്ലാതെ നടക്കും. അപ്പൊ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള എൻഗേജ്മെന്റ്സ് ഉണ്ടാവും. പിന്നെ എന്താ പറയാ, ടു ബി ഫ്രാങ്ക് ആൻഡ് ഹോണസ്റ്റ്, അവിടുന്ന് 5 മിനിറ്റ് നടന്നാൽ വലിയൊരു ആംബിയൻസ് മോൾ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഷോപ്പിംഗ് മോൾ ഉണ്ട്, തിയേറ്റർ ഉണ്ട്. ആൻഡ് JNU മൊത്തം ഒരു കാടാണ്. അപ്പൊ ഒരുപാട് അങ്ങനെ ആസ്വദിക്കാനുള്ളവർക്ക് അങ്ങനെയും ആസ്വദിക്കാം. പിന്നെ അവിടുന്ന് കുറച്ച് നടന്നാൽ നേരെ മെട്രോയിൽ എത്താം. അപ്പൊ നിങ്ങൾക്ക് എല്ലായിടത്തേക്കും പോവാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ബസ്സൊക്കെ JNUവിന്റെ ഉള്ളിലേക്ക് ബസ് വരും, എന്താ പറയാ ഈ ജനറൽ ട്രാൻസ്പോർട്ടേഷൻ വരും. പിന്നെ ഓട്ടോ ഒക്കെയാണ് നമ്മൾ പൊതുവെ JNUവിന്റെ ഉള്ളിലും ഓട്ടോ കിട്ടും കേട്ടോ. ഈ റിക്ഷകളും ഓട്ടോ ഒക്കെ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് മറ്റ് സെന്ററിലേക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ റിക്ഷ 10 രൂപ കൊടുത്താൽ കൊണ്ടാക്കി തരുമൊക്കെ ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഒരു ജനറൽ കാര്യം. പിന്നെ ടു ബി ഫ്രാങ്ക്, നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ ഡിഗ്രിക്ക് തന്നെ നിങ്ങൾ പുറത്തു പോയി പഠിക്കണം എന്നൊന്നും പറയില്ല. അപ്പൊ അത് ബുദ്ധിമുട്ടുള്ള വീട്ടുകാരൊക്കെ അങ്ങനെ ഇപ്പൊ തന്നെ പോണ്ട, ഡിഗ്രി കഴിഞ്ഞിട്ട് നോക്കാം എന്നൊക്കെ പറയുന്ന വീട്ടുകാരുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് കാണേണ്ട കാര്യമില്ല. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും പറ്റുന്നില്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ സ്റ്റഡി ഹിയർ ഇൻ കേരള. അപ്പം കേരളത്തിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾ ചെയ്യുന്ന സബ്ജക്റ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പഠിക്കൽ നിർബന്ധമാണ്. നിർബന്ധം എന്ന് സെൻസ് ആ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടിയാൽ അതും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. ആൻഡ് ദെൻ വെൻ യു ഗോ ഔട്ട് യു ക്യാൻ ആക്ച്വലി make a best personality out of you by all this experience from your home, your college, and then the university. Thank you. Hello. Hello. ഹലോ ജസ്റ്റ് ടീച്ചറെ. ഹലോ, കേൾക്കാവോ? ഓ കേൾക്കാം. ഓക്കെ. JNU യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക്സ്, കോഴ്സസ്, ഹോസ്റ്റൽസ്, ഫുഡ്, ഫെസ്റ്റിവൽസ്, പാർട്ടീസ്, ദാവ, പൊളിറ്റിക്സ്, സ്കോളർഷിപ്സ്, ഫെലോഷിപ്സ് എന്ന് വേണ്ട യു കെൻ ഡു whatever you want എന്ന തലത്തിൽ വരെ എത്തിച്ച ഒരു വളരെ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. താങ്ക് യു സോ മച്ച്. നമ്മളിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും കേട്ടറിവ് മാത്രമുള്ള സർവകലാശാലകളെ വളരെ ഭംഗിയായി തന്നെ ഇന്നത്തെ എല്ലാ വിശിഷ്ട അതിഥികളും നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സർ, ഇനി നമ്മൾ ഒരു Q&A സെഷൻ അല്ലേ സർ? ഹലോ സർ. ഹലോ കേൾക്കുന്നില്ലേ? പോയില്ലല്ലോ. സർ, ഒരു Q&A സെഷൻ. അതെ അറേഞ്ച് ചെയ്തോളൂ. ഓക്കെ, അറേഞ്ച് ചെയ്തോളൂ. തുടങ്ങിക്കോളൂ. അപ്പോ നമ്മുടെ 3 യൂണിവേഴ്സിറ്റീസ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അപ്പോൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ, ഒന്ന് ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. സർ, അവരെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാനൊന്ന് അനുവദിക്കണേ. എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്.
ചാറ്റ് ബോക്സിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ടീച്ചർ ഒന്ന് വായിച്ചോളൂ സാർ, ഓരോന്ന് വായിച്ചോളൂ. ആ നന്നായി. ഓക്കെ, JNUവിലുള്ള BA സോഷ്യോളജി, JNUവിൽ BA സോഷ്യോളജി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. JNU അഡ്മിഷൻ എൻട്രൻസ് വഴി മാത്രമാണോ എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. സ്വാദ. ജെസി ടീച്ചറേ, മജീദ് മാഷാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയൂ. നമ്മളെ സൗദ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതില് നമ്മളൊക്കെ മനസ്സിലാക്കിയിടത്തോളം JNUവില് UG കോഴ്സ് ലാംഗ്വേജ് അല്ലേ കൂടുതലുള്ള, ഒന്ന് വ്യക്തമായിട്ട് പറയാൻ പറയും. പല കുട്ടികളും BA എന്ന് കുറെ ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ ഡയറക്റ്റ് ആയിട്ട് മൊത്തത്തിലൊരു മറുപടി പറഞ്ഞാൽ നന്നാവില്ല. അതെ അതെ, സൗദ ആയിട്ടുണ്ടല്ലോ. പുറത്തു പോയോ? കാണുന്നില്ലല്ലോ. പോയി തോന്നുന്നുണ്ടോ അവര്? കുറെ കുട്ടികളെ BA പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടോ, ഉണ്ടോ, ഓക്കെ, ഞാൻ ഓഡിയബിൾ ആണോ? അതൊന്ന് വ്യക്തമാക്കി പറയോ? സാധാരണ JNUല് ഓക്കെ, അപ്പം JNUല് സോഷ്യോളജി ഒന്നും BA കോഴ്സ് ഇല്ല. JNUല് ആകെ BA കൊടുക്കുന്നത് ഫോറിൻ ലാംഗ്വേജസിന് മാത്രമാണ്. 10 ഡിഗ്രി കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. BCom, BA, അതേപോലെ BSc പോലുള്ള കോഴ്സുകൾ ഇപ്പൊ നിലവിൽ JNUല് ഇല്ല. മേ ബി നെക്സ്റ്റ് ഇയറിൽ വന്നേക്കാം BCom ഒക്കെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ഇപ്പോ JNUല് ഇല്ല. അതും 2021 കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോ ലാസ്റ്റ് ഇയറില് MBA, എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. അപ്പോ പിന്നെ അതുപോലെ JNUല് സോഷ്യൽ വർക്ക്, അതേപോലെ JNUല് സോഷ്യൽ വർക്ക്, MSW, സൈക്കോളജി പോലുള്ള കോഴ്സുകളും ഇപ്പൊ ഇല്ല. കാരണം സൈക്കോളജി ഇപ്പൊ ജാമ്യയില് അവൈലബിൾ ആണ്. അതേപോലെ സോഷ്യൽ വർക്കിന്റെയും ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് ജാമ്യയിലാണ്. ആ 2 കോഴ്സും ഇപ്പൊ JNUല് ഇല്ല. പിന്നെ JNU എൻട്രൻസ്, അത് എല്ലാവരും എഴുതേണ്ട എൻട്രൻസ് ആണ്. അവിടെ ഡയറക്റ്റ് DUലൊക്കെ നടക്കുന്ന പോലെയുള്ള നമ്മുടെ പെർസെന്റേജ് വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇല്ല. JNUല് എല്ലാ UG PG കോഴ്സുകൾക്കും എൻട്രൻസ് ആണ്. ഇനി ഇൻ കേസ് ചില UG കോഴ്സുകൾക്ക് ചിലപ്പോ അവര് ഈ പറഞ്ഞ പോലെ നമ്മുടെ മാർക്ക് വെച്ചിട്ട് ചില സമയങ്ങളിൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം ആൻഡ് ലിമിറ്റ് ഓഫ് ദ സീറ്റ് എന്നും കൂടെ പറയാം. ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ JNUല് ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഉണ്ട്. അപ്പോ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ JNU അടിച്ചു കൊടുത്താൽ വരുന്ന വെബ്സൈറ്റിൽ കോഴ്സ് ആൻഡ് അഡ്മിഷൻ എന്ന് അടിച്ചു കൊടുത്താൽ വളരെ കൃത്യമായിട്ട് ഓരോന്നും സെക്ഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് പുറത്ത്, അതായത് ഇപ്പം അബ്രോഡൊക്കെ പോയിട്ട് സെമസ്റ്റർ എക്സ്ചേഞ്ചും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികളോട് ഓൺലൈൻ ആകുമ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രം കയറാൻ പറയും. ഒരിക്കൽ നമുക്ക് തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ കോഴ്സ് അടിച്ചപ്പോൾ BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി അങ്ങനെ മൊത്തം വന്നിരുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് വ്യക്തമായത് അവിടെ UG കോഴ്സുകൾ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ എന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഈ നമ്മൾ സൈറ്റ്, അതെ ഇത് എന്താന്ന് വെച്ചാല് ഓൺലൈനിൽ നിങ്ങൾ നോക്കുമ്പം JNUല് ഈ കോഴ്സ് ഉണ്ടോന്നല്ല നോക്കേണ്ടത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിന്ന് അടിക്കുമ്പോൾ അതിന്റെ അഡ്രസ്സും കാര്യങ്ങളും ലോഗോയും ഉൾപ്പെടെ വരുന്ന ഒരു ജനറൽ മെയിൻ വെബ്സൈറ്റ് തന്നെ ഉണ്ടാവും. അതിൽ ഓവർവ്യൂ, കോഴ്സ് അഡ്മിഷൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ടാഗ് മുകളിൽ കാണാം. അപ്പൊ ആ കോഴ്സ് ആൻഡ് അഡ്മിഷനിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആർട്സ്, ലോ, അങ്ങനെ ഡിവിഷൻ, സയൻസ്, ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് UG PG ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ കിട്ടും. അതല്ലാത്ത ഒരു സൈറ്റിലും നിങ്ങൾ JNUന്റെ കാര്യം അന്വേഷിക്കരുത്. പിന്നെ നിങ്ങൾ ഓരോ വർഷവും ഇറങ്ങുന്ന പ്രോസ്പെക്ട്, അഡ്മിഷൻ പൊതുവെ JNUല് വിളിക്കല് ഡിസംബർ ഒക്കെ അവസാനത്തോടു കൂടെയാണ്. ഈ വർഷം ഇനിയിപ്പോ അത് എപ്പോഴേക്കാണ് വരികയെന്ന് അറിയില്ല. കാരണം ഇപ്പോ ഞങ്ങളുടെ PhD, UG PG അഡ്മിഷൻ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ വർഷത്തെ എൻട്രൻസ് ചിലപ്പോൾ ലേറ്റ് ആവും. പക്ഷെ യു ഹാവ് ടു ബി കെയർഫുൾ. ലൈക്ക് എന്താ പറയുക, ഡിസംബർ ലാസ്റ്റോട് കൂടെ വരാനുള്ള സാധ്യത നമ്മൾ കാണണം.
അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ NTA ആണ് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ് എക്സാം ഒക്കെ നടത്തുന്ന NTA ആണ് JNUവിന്റെയും DUവിന്റെയും എക്സാം നടത്തുന്നത്. അപ്പൊ അവരും സെപ്പറേറ്റ് ആയിട്ട് NTA വെബ്സൈറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോസ്പെക്റ്റും JNUവിന്റെ മെയിൻ വെബ്സൈറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോസ്പെക്ട്സും വരും. അത് രണ്ടും ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഏതൊക്കെ കോഴ്സാണ് ആ വർഷം ഓഫർ ചെയ്യുന്നത്, എത്ര സീറ്റ് ഉണ്ട്, എത്ര സീറ്റ് റിസർവേഷൻ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളും എന്ത് സിലബസ് ആണ് നിങ്ങൾ എൻട്രൻസിന് വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് JNUവിന്റെ വെബ്സൈറ്റിലെ പ്രോസ്പെക്റ്റിൽ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ചില കോഴ്സിന് എൻട്രൻസ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ടാവും. അല്ലാത്ത കോഴ്സുകൾക്കൊക്കെ PG UG ഡയറക്റ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ് നടക്കുക. ഓക്കെ, അനുലക്ഷ്മി പിന്നെ കൈ പൊക്കിയിരുന്നു. അനുലക്ഷ്മിക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അനുലക്ഷ്മി അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ടീച്ചറെ കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ BA എക്കണോമിക്സിന്റെ ഡൗട്ട് തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചേച്ചി അത് ക്ലിയർ ചെയ്ത് തന്നു. ഓക്കെ, ചോദ്യം ചോദിക്കുന്നവർ ആരോടാന്ന് പറഞ്ഞാൽ മതി. 4 ആള് ഇവിടെ ഉണ്ടെന്നാ ഞാൻ കരുതുന്നത്. അല്ല, അത് ക്ലിയർ ആയി. അത് JNUവിലെ BA എക്കണോമിക്സ് ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു ഹാൻഡ് റൈസ് ചെയ്തത്. ഓക്കെ. ആരെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിക്കല്ലേ? ടീച്ചറെ ചോദ്യങ്ങൾ ഒന്ന് റീഡ് ചെയ്യണോ? ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രൊസീജിയർ. അഷ്മൽ CH. ലിയാന അല്ലെങ്കിൽ പറയൂലേ? അഷ്മൽ CHന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ജാമിയ മിലിയ ഇസ്ലാമി സർ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. JMIയിൽ BA പൊളിറ്റിക്സിൽ കോഴ്സ് ഉണ്ടാവും. ദിവ്യ കേൾക്കുന്നുണ്ടോ? ദിവ്യ പ്രസന്റ് അല്ല എന്ന് തോന്നുന്നു അല്ലേ? പ്രസന്റ് ആണ്. ദിവ്യ രാജീവ് പ്രസന്റ് ആണ്. ദിവ്യ രാജീവ്, ഹലോ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹോസ്റ്റ് അൺമ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ദിവ്യ രാജീവ് ആണോ? ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാൻ പറയും. ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറയും. ഓക്കെ, ദിവ്യ ചെയ്തോളൂ. ഇബ്രാഹിം സാറേ, ദിവ്യ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്നുകൂടി അൺമ്യൂട്ട് കൊടുത്തല്ലോ ഞാൻ. അവർക്ക് അൺമ്യൂട്ട് ചെയ്യാവുന്നതായിരിക്കും. ഇനി അത് ആണല്ലേ? നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഞാൻ ഒരു മേക്ക് ഹോസ്റ്റ് നിർത്തിയുള്ളൂ. ഇപ്പൊ കോഹോസ്റ്റ് ആണല്ലോ. കോഹോസ്റ്റ് ആണ്. ഞാൻ ഒന്നുകൂടി കോഹോസ്റ്റ് ആക്കി നോക്കട്ടെ കേട്ടോ. ആണോ? ഞാൻ ഒന്നുകൂടി കോഹോസ്റ്റ് ആക്കി നോക്കട്ടെ. ഓക്കെ, ഇനി പറ്റുമോ നോക്കാൻ പറഞ്ഞാണ്. ഇപ്പൊ വീണ്ടും കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ അവര് കേൾക്കുന്നുണ്ടാവും. ഓക്കെ, ദിവ്യ മാം ഒന്നുകൂടി അൺമ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമോ? നമ്മൾ മ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ. ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ. ഞാൻ വീണ്ടും അവരെ ഒന്നുകൂടി റീച്ച് ചെയ്തു. എങ്ങനെയാണ്? ചാറ്റ് ചെയ്തോട്ടെ. ആൻസർ ചാറ്റ് ചെയ്തോട്ടെ. ദിവ്യ രാജീവ് ഒന്ന് ചാറ്റ് ചെയ്താൽ മതി. ആൻസർ ഒന്ന് ചാറ്റ് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ.
ഹലോ, ഇപ്പൊ audible ആണോ? ഇപ്പോഴാണ് ആ, വന്നത്. yes, okay. ഹോസ്റ്റ് അൺമ്യൂട്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു സർ. ബി എ പൊളിറ്റിക്സ് അവിടെ ഉണ്ട്, ജാമിയ മിലിയ ഇസ്ലാമിയയിൽ പൊളിറ്റിക്സ് ഉണ്ട്. വളരെ നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ഇന്റർനാഷണൽ റിലേഷനും നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ് ജാമിയൻ്റെത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. ജാമിയയിൽ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇന്റർനാഷണൽ റിലേഷൻ, പിന്നെ ഇൻഡോ അറബ് റിലേഷന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ മലയാളി ടീച്ചേഴ്സ് ഉണ്ട്, മാത്യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളി ടീച്ചേഴ്സ് തന്നെ അവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MG-യിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇല്യാസ് സാർ ഉണ്ടായിരുന്നു അവിടെ. അവിടെ ഒരുപാട് മലയാളി കുട്ടികളുണ്ട്. ഇൻഡോ അറബ് റിലേഷനും അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷനും ജാമിയന്റെ ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ചിലതാണ്. അതും പൊളിറ്റിക്സും ഏകദേശം ഒരുമിച്ചാണ് ഉണ്ടാവാറ് സാധാരണ. അപ്പോൾ നമ്മൾക്ക് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് പഠിക്കുകയാണെങ്കിലും നമുക്ക് അതിന്റെ കൂടെ തന്നെ 2 സെമസ്റ്ററിൽ ഒരു ഓപ്പൺ കോഴ്സ് പോലെ എടുക്കാൻ പറ്റും. PG-ക്കാണ് ഞാൻ പറയുന്നത്. ഡിഗ്രിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ട് എന്ന്. അപ്പൊ അങ്ങനെ നമുക്ക് പല ഡിപ്പാർട്ട്മെന്റിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററി പോലെയുള്ള കോഴ്സസ് ആണെങ്കിലും ഹിസ്റ്ററിക്ക് ആൻഷ്യന്റ് ഹിസ്റ്ററി, മീഡിയവൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററി, അങ്ങനെ 3 തരത്തിൽ തന്നെ ഉണ്ട്. പിന്നെ അപ്പോൾ വേറൊരു നല്ല ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ജാമിയൻ്റെത് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. BA പൊളിറ്റിക്സ് നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. എൻട്രൻസ് ആണ് അവിടെ ജാമ്യക്ക്. ഡിഗ്രിയുടെ കാര്യം എനിക്ക് സംശയമുണ്ട്. PG-ക്ക് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഡിഗ്രിയുടേത് നിങ്ങൾ ജാമ്യയുടെ വെബ്സൈറ്റ് നോക്കേണ്ടി വരും. പക്ഷെ ഡിഗ്രി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് എൻട്രൻസ് ആണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതോ പിന്നെ ഇതിന്റെ മാർക്കാണോ എന്നുള്ളത് അത് വെബ്സൈറ്റ് നോക്കിയാൽ അതിൻ്റെ അകത്ത് പ്രോസ്പെക്ടസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് എൻട്രൻസ് ആണെന്നാണ്. ഹലോ, ഓക്കെ, താങ്ക് യു. ജെസ്സി ടീച്ചറെ, ഇനി എന്താ നമ്മളെ കൺക്ലൂഡ് ചെയ്തൂടെ? താങ്ക്സ് ടീച്ചറെ. അവർക്ക് സംശയങ്ങൾ ഇനി ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് സമയം നമ്മള് ഈ ഫാക്കൽറ്റീസിനെ അവരെ അൺമ്യൂട്ട് ചെയ്യണ്ടേ? ആരാണ്? റിൻസ ഷെറിൻ അല്ലേ? കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരു റിൻഷ. അസ്ന കൈപൊക്കുന്നുണ്ട്. അസ്ന കൈപൊക്കിയിട്ടുണ്ട്. അസ്നയാണോ? ആയിരിക്കാം അല്ലെ? അസ്നക്ക് അൺമ്യൂട്ട് ചെയ്യാം. അസ്ന. ഷമീർ സാറേ, നിങ്ങളെ ഹോസ്റ്റ് ആക്കണ്ട കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അസ്ന അൺമ്യൂട്ട് ചെയ്തോളൂ. റിൻസ ഷെറിൻ ടീച്ചറായിട്ട് റിൻസ ഷെറിൻ ആ പേര് തന്നെയാ ഉള്ളത്? അതെ, റിൻഷ. ഓക്കെ, റിൻസ ഷെറിൻ ഉണ്ട്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാം. റിൻസക്ക് അൺമ്യൂട്ട് ചെയ്യാം. റിൻസ, ഹലോ. യെസ്, കേൾക്കുന്നുണ്ട്. ഹലോ എവരിവൺ, ഞാൻ റിൻഷ ഷെറിൻ. എനിക്ക് ആദ്യമായി നന്ദി പറയേണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന നമ്മുടെ പ്രിയ അധ്യാപകരോടാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോടും എന്റെ വ്യക്തിപരമായും അതുപോലെ തന്നെ ഈ പരിപാടി പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മിഷൻ 21 സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതും ഇങ്ങനെയുള്ള നല്ല ക്ലാസ്സുകൾ കേൾക്കാനൊക്കെ കഴിഞ്ഞതിൽ ഒരു ഭാഗ്യമായും അതിലുപരി വളരെയധികം ഒരു സന്തോഷമുണ്ട്. തീർച്ചയായും ഒരു യൂണിവേഴ്സിറ്റി ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെക്ഷൻസ് തന്നെ ആയിരുന്നു ഈ കഴിഞ്ഞ നമ്മുടെ 3 പ്രോഗ്രാമുകളും. എനിക്ക് തോന്നുന്നു മറ്റേതൊരു രീതിയിലും യൂണിവേഴ്സിറ്റികളെ അറിയാൻ ഈ ഒരു സാഹചര്യത്തിൽ ശ്രമിച്ചാലും ഇത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാൻ സാധിക്കണമെന്നില്ല. കാരണം ഈ 3 യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ച് പ്രഗത്ഭരായ വിദ്യാർത്ഥികളാണ് ഇന്ന് നമുക്ക് അതിഥികളായി ലഭിച്ചിട്ടുള്ളത്. ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദിവ്യ രാജീവ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മുഹമ്മദ് സനീൻ, ഒപ്പം ലിയാന ഫാത്തിമ, അതുപോലെ തന്നെ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സുഹാദത്ത് എന്നിവർക്ക് ഞങ്ങൾക്ക് വേണ്ടി അവരുടെ വിലയേറിയ സമയം മാറ്റിവെച്ചതിലും നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ക്ഷമയോടെ മറുപടി പറഞ്ഞു തന്നതിനും അതുപോലെ തന്നെ അവരുടെ കുറച്ച് നല്ല ഓർമ്മകൾ പങ്കുവെച്ചതിനും ഒരു ബിഗ് താങ്ക്സ്.
എല്ലാവർക്കും ഈ ഒരു അവസരം നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. So hope and wish you all guys get admission on your dream university and try to achieve your dreams. So once again, thank you all. ഇപ്പൊ ടീച്ചറെ നമ്മള് പിരിച്ചുവിടല്ലേ ബ്രൈവ് സാർ? തീർച്ചയായിട്ടും. അടുത്തതായിട്ട് നമ്മള് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തിങ്കളാഴ്ച ഇംഗ്ലീഷിന്റെ ആദ്യത്തെ സബ്ജക്ട് വൈസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ തിങ്കളാഴ്ചയാണ് ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് പ്രോഗ്രാം. അത് എല്ലാരും കേട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇബ്രാഹിം സാർ പറഞ്ഞ എല്ലാ സ്റ്റുഡൻസും കേട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ് എടുക്കാൻ വേണ്ടി ഓക്കെ. ഇപ്പൊ ക്ലാസ് എടുക്കാൻ ഫാക്കൽറ്റി ഇഫ്ലുവിൽ PhD ചെയ്യുന്ന ഒരു റാഫിദ് ആണ് കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ തിങ്കളാഴ്ച രാത്രി ഇതേ സമയത്ത് 7 മണിക്ക് ഇംഗ്ലീഷിന്റെ ആദ്യത്തെ കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ക്ലാസ് നടക്കും കേട്ടോ. കുട്ടികൾ ഇപ്പോൾ വാജിയുടെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പോസ്റ്റർ അവരിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഒന്നുകൂടി നമ്മുടെ 4 അതിഥികൾക്കും വളരെ മനോഹരമായിട്ട് അവരുടെ അനുഭവങ്ങൾ കുട്ടികളെ ഇത്ര മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിച്ച 4 അതിഥികൾക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് മലപ്പുറം CGNDSയുടെ പേരിൽ എല്ലാവിധ ഇവര് 4 പേരും നമ്മുടെ കൂടെ കൂട്ടാൻ കഴിഞ്ഞാലേ നമ്മുടെ കുട്ടികളുടെ സംശയം പൂർത്തിയാക്കാൻ കഴിയും. വളാഞ്ചേരി ഇരുമ്പിയം വളാഞ്ചേരിയിലാണ് സുഹാദ തോന്നുന്നുണ്ടല്ലേ? അതേപോലെ എല്ലാവരും നമുക്ക് കൂട്ടാം അവരെ, അവരോട് പറഞ്ഞു വാങ്ങാം, സമ്മതമായിട്ട് കൂട്ടാം. ഓക്കെ. അപ്പൊ ടീച്ചറെ നമ്മള് പിരിയല്ലേ? ഹമീദ് സാറേ, ഹമീദ് സാർ എന്തെങ്കിലും പറയാണ്ടോ? ഹമീദ് സാർക്ക് എന്താ പറയാണ്ടോ? ഇല്ല സാറേ. ഇനി ഇത് മജീദ് സാർ ഉണ്ട് അല്ലേ? സാറേ ഓക്കെ പറഞ്ഞല്ലോ, എല്ലാം പറഞ്ഞു, വളരെ ഉഷാറായല്ലോ. ഓക്കെ. അപ്പൊ ജസ്റ്റ് ടീച്ചർ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞ് നമ്മളെ പ്രോഗ്രാം തിരിച്ചുവിടുകയാണ്. ഓക്കെ.